പെട്ടെന്നാണ് കോവിഡ് വന്നത്. ആൻഡ് കോവിഡ് വന്നപ്പോൾ എല്ലാ കാര്യങ്ങളും കൂട്ടി ഞാൻ വീട്ടിൽ പണിയില്ലാതെ നാട്ടുകാരുടെയും വീട്ടുകാരുടെ ഒക്കെ കുറ്റപ്പെടുത്തൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ജോലി വിട്ട് വന്നു എന്നൊക്കെ പറഞ്ഞു. ഒരു ഭയങ്കരമായ ചേഞ്ച് നാട്ടിൽ ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അതായത് ഇപ്പം ഒരു ഹ്യൂമൻ എവല്യൂഷൻ തന്നെ എടുക്കുകയാണെങ്കിൽ ഓരോ സമയത്തും തുടക്കത്തിൽ ഒരു ഡീസൽ എഞ്ചിൻ വന്നപ്പോൾ ഒരു ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇൻഡസ്ട്രിയലൈസേഷൻ, ഇലക്ട്രിസിറ്റി വിളിച്ചപ്പോൾ ഒത്തിരി മാറ്റം വന്നു. പിന്നെ കമ്പ്യൂട്ടർ വന്നപ്പോൾ നമ്മളെ ഹ്യൂമൻ പ്രൊഡക്ടിവിറ്റി ഭയങ്കരമായി മാറി. Hi, welcome to KTX podcast. I'm Felix, your host. And ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അജസ് ആണ്. അജസ് ഈസ് ദ ഫൗണ്ടർ ഓഫ് എഡ്യൂപോർട്ട്. കേരളത്തിൽ ഏകദേശം ഒരു 4 ലക്ഷം സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്പാണ്, ലേണിംഗ് ആപ്പാണ്. അപ്പോ ഗുഡ് ടു ഹാവ് യു അജസ്. താങ്ക് യു അജസ്. അജാസിന്റെ അജാസിന്റെ വീഡിയോ എവിടെയാണ്? ഞാൻ കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ ആയഞ്ചേരി എന്ന് പറയുന്നത് ഒരു നാടാണ്, ഗ്രാമമാണ്. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഈ ഒരു ഇപ്പോഴത്തെ ഒരു ഇപ്പോൾ വി കം ടു ദ എഡ്യൂപോർട്ട് അതിനുള്ള ജേർണി ആയിരുന്നു? അപ്പോ അത് കഴിഞ്ഞിട്ട് യു ഹാഡ് എ നോർമൽ ചൈൽഡ്ഹുഡ് ഓർ വെരി നോർമൽ ചൈൽഡ്ഹുഡ്. അത് 10ാം ക്ലാസ് വരെ ഭയങ്കര കുഴപ്പമായിരുന്നു. ടെക്കായിട്ടൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്കൊന്ന് 10th എനിക്കൊരു കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു. ഞാനതാകെ ഗെയിം കളിക്കാനും സിനിമ കാണാനും വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചത്. പ്രത്യേകിച്ച് ടെക്കായിട്ട് ഒന്നുമില്ല. പ്ലസ് 1 പ്ലസ് 2 നന്നായി പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കോഴിക്കോട് NIT-ലാണ് BTech ചെയ്തത്. അവിടെ നിന്നാണ് എന്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാനുള്ളത്. JEE എന്റെ സ്റ്റേറ്റ് റാങ്ക് 500 കമ്പ്യൂട്ടർ സയൻസ്. അവിടെ എങ്ങനെയായിരുന്നു അക്കാഡമിക്കലി? അക്കാഡമിക്കലി ഞാൻ അത്ര അടിപൊളി ഒന്നായിരുന്നില്ല. ലൈക്ക് അവിടെ അങ്ങനെ അടിപൊളി ആവേണ്ട ആവശ്യമില്ല, കാര്യങ്ങൾ പഠിച്ചാൽ മതി. പിന്നെ അതിന്റെ കൂടെ ലൈക്ക് നോർമലി പുറത്തുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ ആക്റ്റീവായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ഉഴപ്പനെന്ന് ചോദിച്ചാൽ ഉഴപ്പനായിരുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം കുറെ കാര്യങ്ങൾ സീരിയസ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എന്റെ ശരിക്കും പറഞ്ഞ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് NIT കാലിക്കറ്റിൽ എത്തിയതാണ്. അവിടെ കുറെ കിടലിന് ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യാനും പരിചയപ്പെടാനൊക്കെ പറ്റി. എഡ്യൂപോർട്ടിന്റെ 3 പാർട്ട്നേഴ്സ് ആണെങ്കിലും പിന്നെ എന്റെ ലൈഫ് പാർട്ട്ണർ ആണെങ്കിലും എല്ലാവരും എനിക്ക് NIT പിന്നെ ലൈക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ് ഒബ്വിയസ്ലി കിട്ടി. അപ്പം ഒരു വർഷം ബാംഗ്ലൂർ വർക്ക് ചെയ്തു. പിന്നെ എനിക്ക് ബാംഗ്ലൂർ വൈബ്സ് അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്റെ നാട്ടിൽ നിന്ന് ഒത്തിരി ആൾക്കാർ ദുബായിലേക്ക് പോകുന്ന ആൾക്കാർ. ഞാൻ അവിടെ ദുബായിലേക്ക് പോയി. ഇനിയൊരു കല്യാണം കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഒരു 2012 ആണ് ഞാൻ പാസ് ഔട്ട്. 1 ഇയർ ബാംഗ്ലൂർ വർക്ക് ചെയ്തു. പിന്നെ 18 വരെ ദുബായിലായിരുന്നു. ദുബായില് ഒരു മെഡിക്കൽ ഒരു ഹോസ്പിറ്റൽ IT മാനേജർ ആയിരുന്നു. അപ്പൊ അവിടുന്ന് 2018 ഒക്കെ ആയപ്പോ എനിക്ക് ഏകദേശം 28 വയസ്സായി. അപ്പൊ ഒരു വിചിന്തനം വന്നിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ നടന്നാൽ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ, അല്ലെങ്കിൽ വയസ്സായി കഴിഞ്ഞ കുറ്റബോധം തോന്നുന്ന മോഡലാണ്. സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഞാൻ ആ ജോലി ഇറങ്ങി. അപ്പം എന്ത് ചെയ്യണം എന്നുള്ള മോഡല് ആലോചിക്കുമ്പോൾ ഞാൻ മെഡിക്കൽ ഫീൽഡിലായിരുന്നു. ദുബായ് ടൂറിസം ഒക്കെ കണക്ട് ചെയ്ത് മെഡിക്കൽ ടൂറിസം എന്നുള്ള ഒരു പുതിയ സംഭവം തുടങ്ങാന്നുള്ള രീതിയിലായിരുന്നു. അതായത് ഇന്ത്യ വാസ് എന്താ പറയുക, നല്ല അടിപൊളി ഹെൽത്ത് കെയർ കൊടുക്കുന്നുണ്ട്, ഭയങ്കര അഫോർഡബിൾ ആയിട്ട്. അപ്പം പുറത്തുനിന്നുള്ള പേഷ്യൻസിന് ആ ഒരു ഹെൽത്ത് കെയർ ഇന്ത്യയിലേക്ക് ചികിത്സക്ക് വരുമ്പോൾ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാന്നുള്ള രീതിയിൽ മെഡ്പോർട്ട് എന്നുള്ള സ്റ്റാർട്ടപ്പ് പോയിട്ടാണ് ഞാൻ നാട്ടിലേക്ക് വന്നത്. ആൻഡ് ഇറ്റ് വാസ് ഗോയിങ് റിയലി വെൽ. എനിക്ക് ഒത്തിരി യൂറോപ്യൻ കൺട്രീസ്, ആഫ്രിക്ക, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നൊക്കെ പേഷ്യൻസ് ഉണ്ടായിരുന്നു. ഇന്ത്യ, ഓൾ ഓവർ ഇന്ത്യ പേഷ്യൻസ് ഉണ്ടായിരുന്നു. അപ്പം പെട്ടെന്നാണ് കോവിഡ് വന്നത്. ആൻഡ് കോവിഡ് വന്നപ്പോൾ എല്ലാ കാര്യങ്ങളും കൂട്ടി ഞാൻ വീട്ടിൽ പണിയില്ലാതെ നാട്ടുകാരുടെയും വീട്ടുകാരുടെ ഒക്കെ കുറ്റപ്പെടുത്തൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ജോലി വിട്ട് വന്നു എന്നൊക്കെ പറഞ്ഞു. ആൻഡ് എഡ്യൂപോർട്ടിലേക്ക് ഞാൻ എത്തിയത് ശരിക്കും ഒരു ആക്സിഡന്റ് ഇല്ലേ. അപ്പം ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവായിരിക്കും, കോവിഡ് വന്ന് എല്ലാം ഷട്ട് ഡൗൺ. ഇവിടെ കേരളത്തിലെ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു മാർച്ചില്. അപ്പം ബാക്കി എല്ലാ സ്റ്റേറ്റുകളുടെ എക്സാംസ് ക്യാൻസൽ ചെയ്തപ്പം കേരളം ചെയ്തത് ലൈക്ക് വീൽ പോസ്റ്റ്പോൺ ഇറ്റ്, വീൽ നോട്ട് ക്യാൻസൽ എന്നാണ്. അപ്പം ഞാൻ പെട്ടെന്നാണ് ആൾക്കാർക്ക് പഠിക്കാനൊരു വഴിയില്ലാതെ. മാത്സ് വാസ് ദ നെക്സ്റ്റ് എക്സാം ഫോർ SSLC സ്റ്റുഡന്റ്. എങ്ങനെ പഠിക്കണം എന്നറിയില്ല, ടീച്ചേഴ്സിന് അറിയില്ല, ഓൺലൈൻ ലേണിംഗ് ഒന്നും അറിയില്ല. അപ്പം ആ ഒരു സമയത്ത് എന്റെ അമ്മായി വന്നിട്ട് പറയാണെന്ത്, മോൻ ഭയങ്കര ഉഴപ്പനാണ്, SSLC എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഒന്ന് എനിക്ക് NIT ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. എനിക്ക് മുങ്ങാനൊരു വഴിയില്ല. കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും അറിയാം ഞാൻ വീട്ടിൽ ചൊറിക്കുത്തിരിക്കാണ്, ഒരു പണിയില്ലാതിരിക്കാണ്. അപ്പൊ അങ്ങനെ നിർബന്ധിത അവസ്ഥയിൽ അവനെ പഠിപ്പിച്ചു കൊടുത്തപ്പോ
എനിക്ക് നല്ല രസം തോന്നി. അപ്പൊ അവൻ അവന്റെ 1-2 ഫ്രണ്ട്സിനെയും കൂടെ കൂട്ടി വന്നു. അപ്പൊ അവരൊക്കെ ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ പിന്നെ എനിക്ക് ഈ ഖാൻ അക്കാഡമി, സെൽഖാന്റെ ഒരു കഥയൊക്കെ ഇങ്ങനെ ഓർമ്മ. ഞാൻ വിചാരിച്ചു എന്തായാലും ഇങ്ങനെ ഇരിക്കല്ലേ, നമുക്കിതൊന്ന് യൂട്യൂബിൽ ഇട്ട് നോക്കാം, എന്ത് സംഭവിക്കുന്നൊന്നും അറിയാമെന്നുള്ളത്. അപ്പൊ അങ്ങനെ ഈ അവനെ അടുത്തിരുത്തി, ഇപ്പൊ ഇതുപോലെ നമ്മൾ സംസാരിക്കണം, അതുപോലെ അവനെ അടുത്തിരുത്തി പഠിപ്പിക്കുന്നത് ഞാൻ ഡിജിറ്റൽ ബോർഡിലാക്കിയിട്ട് റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ കൊടുത്തു. ആൻഡ് അത് ഭയങ്കര ഹിറ്റായി. കാരണം ഒന്നെന്താ വെച്ചാൽ കണ്ടന്റ് വാസ് റിയലി ഗുഡ്. രണ്ടാമത് ടീച്ചേഴ്സിനൊന്നും വേറൊരു വഴി ഉണ്ടായിരുന്നു. അപ്പൊ ടീച്ചേഴ്സൊക്കെ കുട്ടികളെ ഇത് നോക്കി പഠിച്ചാൽ മതി, ഇത് പെർഫെക്റ്റ് ആണ്, ഈ രീതി പഠിച്ചാൽ മതി എന്നുള്ള രീതി ഡെയിലി 1.5 lakh വ്യൂസ് ഒക്കെ വന്നു തുടങ്ങി. ആൻഡ് അപ്പൊ എനിക്ക് തോന്നി ദിസ് ഇസ് ഗോയിങ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ. അപ്പം എല്ലാം ഞാൻ കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ കൊടുത്ത ഒരു കൈൻഡ് ഓഫ് കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫൈനലി റിസൾട്ട് വന്നപ്പോൾ ഒത്തിരി കുട്ടികളും പാരന്റ്സ് ഒക്കെ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ജീവിതത്തിൽ ഇതുവരെ മാത്സിൽ എനിക്ക് A+ കിട്ടിയിട്ടില്ല, ആദ്യമായിട്ട് ഇപ്പോഴാണ് A+ കിട്ടുന്നത്, നിങ്ങൾ +1 ക്ലാസ് തുടങ്ങുമെന്ന് ചോദിച്ചു. അപ്പം എനിക്ക് തോന്നി എന്തായാലും ഒന്നും ചെയ്തില്ല. അതായത് പഴയ കമ്പനിയുടെ പേര് മെഡ്പോർട്ട്. അപ്പം ഇതിന്റെ പേരിൽ എന്ത് ചെയ്യണം, ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഞാനത് എഡ്യൂപോർട്ട് പേര് പോലെ അങ്ങനെയാണ്, വേറെ ഒന്നുമില്ല. മെഡ്പോർട്ട്, എഡ്യൂപോർട്ട്, വേറൊരു വ്യത്യാസം അതിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ പറഞ്ഞപ്പോൾ ലൈക്ക് ഞാൻ കരുതി ഓക്കെ വൈ നോട്ട് +1 തുടങ്ങാൻ, എന്തായാലും ഒരു ആവശ്യമാണല്ലോ എന്നുള്ള രീതിയിൽ +1 സ്റ്റാർട്ട് ചെയ്തു. ജസ്റ്റ് ഒരു വാട്സ്ആപ്പ് സ്റ്റാറ്റസ്, ഞങ്ങൾ +1 സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, ഇത്രയാണ് ഫീ വരുന്നത്. ഫീ അന്ന് 13,000 ആണ്. അതായത് ഒറ്റടിക്ക് എടുക്കുകയാണെങ്കിൽ 12,000, 2 ഇൻസ്റ്റാൾമെന്റ് ആണെങ്കിൽ 13,000. ആൻഡ് ദാറ്റ് വാസ് ഫാർ ലെസർ ദാൻ ദ നോർമൽ പ്രൈസ്. 25-26 ഒക്കെ ഉള്ള സാധനം നമ്മൾ ഹാഫ് പ്രൈസിനാണ് കൊടുത്തത്. ആൻഡ് ഇറ്റ് വാസ് ജൂലൈ 28-നായിരുന്നു ഞാനത് വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഇട്ടിട്ട് August 3 നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ ഒരു August 3 ആകുമ്പോഴത്തേക്ക് എന്റെ അക്കൗണ്ടിൽ 28 ലക്ഷം രൂപ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് ഇതിന്റെ ഒരു പവർ എനിക്ക് മനസ്സിലായത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചില പാരന്റ്സിന് ആകെ ഡൗട്ട്, നീ എന്താ പേഴ്സണൽ ഇതിലേക്ക് വാങ്ങുന്നത്, ഒരു കമ്പനി അക്കൗണ്ട് ഉള്ളതല്ല. അപ്പൊ പിന്നെ വേഗം CA കണ്ട ഒരു കമ്പനി അക്കൗണ്ട് എടുത്തു. അങ്ങനെയാണ് എഡ്യൂപോർട്ട് സ്റ്റാർട്ട്. അന്ന് ആ ഡേ 1 മുതൽ നമ്മൾ പ്രോഫിറ്റബിൾ ആണ്, ക്യാഷ് പോസിറ്റീവ് ആയിട്ടാണ് ത്രൂ ഔട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് എഡ്യൂപോർട്ട്, അതായത് ആക്സിഡന്റലി ഈ ഫീൽഡിലേക്ക് എത്തിയതാണ്. ഇപ്പം ശരിക്കും പറഞ്ഞാല് ആദ്യത്തെ വർഷം നമുക്കൊരു 300 കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ വർഷം അത് 3000 ആയി. പിന്നെ അറൌണ്ട് 28,000 ആയിരുന്നു തേർഡ് ഇയർ. ഇപ്പൊ നമ്മൾ ഓൾറെഡി മോർ ദാൻ 50,000 പെയ്ഡ് യൂസേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഒത്തിരി ക്ലാസ്സുകൾക്ക് നമ്മുടെ കണ്ടന്റ് 100% ഫ്രീ ആണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 5 ലക്ഷത്തിന്റെ മുകളിൽ കുട്ടികൾ എഡ്യൂപോർട്ട് ഉപയോഗിച്ച് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് 3 ഇയേഴ്സ്. ദിസ് ഈസ് അവർ 4th ഇയർ. ഇനി നമ്മൾ കുറച്ച് ഓഫ്ലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു നല്ല രീതിയിൽ. യൂട്യൂബ് വാസ് അവർ ഫണൽ. ഞാൻ പറഞ്ഞല്ലോ, നമ്മള് ഇങ്ങനെ ഒരു ഗ്രോത്ത് സ്ട്രാറ്റജി എടുക്കണം എന്നൊന്നും വിചാരിച്ചില്ല. ആദ്യമായിട്ട് നമ്മള് ഒരു രസത്തിന് യൂട്യൂബിൽ ക്ലാസ് കൊടുത്തപ്പോ കുട്ടികൾ കണ്ടു, അവർക്ക് യൂസ്ഫുൾ ആയി, അവർ കോണ്ടാക്ട് ചെയ്തു. അപ്പം ആ ഒരു പോയിന്റ് പിന്നെ ഇതൊരു നല്ല ഫണലാണല്ലോ എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ആൻഡ് സോഫാർ അത് അടിപൊളിയാണ്. കാരണം എനിക്ക് തോന്നുന്നത് ഞങ്ങളൊരു കസ്റ്റമർ അക്വസിഷൻ കുറച്ച് CAC എന്നൊക്കെ പറഞ്ഞാല് less than 1% ഓഫ് ദ റവന്യൂയുടെ 1% നമ്മൾ. പക്ഷെ എട്ടെക്കിലൊന്നും 20% എനിക്കറിയാലോ. കസ്റ്റമർ അക്വസിഷൻ കുറച്ച് വെരി ഹൈ ആയിരിക്കും. പക്ഷെ നമ്മള് ഈ ഒരു യൂട്യൂബ് മോഡൽ ഉള്ളതുകൊണ്ട് ഭയങ്കര കുറവാണ്. എനിക്ക് തോന്നുന്ന ചാനൽ ഷുഡ് ബി മോർ ദാൻ 10. പക്ഷെ നമുക്കൊരു 5 പ്ലേ ബട്ടൺ, സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയിട്ടുണ്ട്. 5 ചാനലിന് മോർ ദാൻ 100K ഉണ്ട്. ഒരു ചാനൽ എനിക്ക് തോന്നുന്ന 500,000 മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പഠിപ്പിക്കുന്ന മെത്തേഡ്സ് ആണ്. അത് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. പിക്കപ്പ് ലൈൻസ് എന്ന് പറയാം. പിക്കപ്പ് ലൈൻസ് നമ്മള് പൊതുവെ ഉണ്ടാക്കാറല്ല കുട്ടികൾ. അതായത് അതൊരു ട്രെൻഡാണ്. ഓരോ സമയത്ത് എനിക്കൊന്ന് പിക്കപ്പ് ലൈനിന്റെ ഒരു ട്രെൻഡുള്ള സമയത്ത് പിന്നെ മൊത്തം അങ്ങനെ. ഇപ്പൊ ഞാനൊക്കെ അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്, ഞാനൊരു ക്വസ്റ്റ്യൻസ് ഒക്കെ ഷുവർ ആകുമ്പോ ഇങ്ങനെ പറയുന്നുണ്ട്, ആനയുടെ നിറം കറുപ്പ്, അപ്പൊ കുറുപ്പ് ഇറങ്ങിയ ദുൽഖറിന്റെ പടം കുറുപ്പ്, ഈ ചോദ്യം പരീക്ഷയ്ക്ക് ഉറപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊരു ട്രെൻഡാണ്. അപ്പൊ ഇപ്പൊ ലേറ്റസ്റ്റ് കളിച്ചോണ്ടിരിക്കുന്ന ഹേ പ്രഭു എന്നൊക്കെ പറഞ്ഞുള്ള സാധനമാണ്. അതിങ്ങനെ ഓരോ സമയത്ത് ഇങ്ങനെ മാറി മാറി വരും. പിന്നെ ഞങ്ങൾ ചെയ്ത മെയിൻ കാര്യം എന്ന് വെച്ചാല്, ഈ പഠനം എന്ന് പറയുന്നത് നല്ല ബോറിംഗ് പരിപാടിയാണ്. നമ്മളത് മാക്സിമം ഇൻട്രസ്റ്റിംഗ് ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് എഡ്യൂപോർട്ട് ചെയ്ത ഒരു വൺ ഓഫ് ദ ഗുഡ് തിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ലേറ്റസ്റ്റ് ട്രെൻഡുകള്, തമാശകള്, കാര്യങ്ങൾ. അതായത് എപ്പോഴും ഒരു ഫാക്കൽറ്റി ഒക്കെ എപ്പോഴും ഒരു സീരിയസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അത് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ഈവൻ
നിന്റെ സ്കൂൾ സമയത്താണെങ്കിലും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫാക്കൽറ്റി എന്ന് പറഞ്ഞ തമാശ പറഞ്ഞ് കളിച്ച് തിരിഞ്ഞ് നമ്മളൊരു വൈദ്യുതി നിൽക്കുന്ന ആൾക്കാർ അത് നമ്മൾ ത്രൂ ഔട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. വി മെയ്ഡ് ലേണിംഗ് ലിറ്റിൽ ബിറ്റ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഫൺ. യെസ്. ഞാൻ മറ്റു പല കമ്പനികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഫൗണ്ടേഴ്സ് ആരും പ്രസന്റ് ചെയ്യുന്നില്ല. യൂട്യൂബിലാണെങ്കിലും ഇപ്പൊ എഡുപോർട്ടിലാണെങ്കിൽ ഞാൻ വീഡിയോസ് കാണുമ്പോൾ അജാസ് ഉണ്ടായിരുന്നു എല്ലാ ചാനലിലും, എല്ലാ വീഡിയോസിലും. അപ്പൊ അതിനൊരു പേഴ്സണൽ ബ്രാൻഡിങ് ആണ്, ബ്രാൻഡ് അലോങ് വിത്ത് ബ്രാൻഡ്. സോ അത് എത്രമാത്രം യൂസ്ഫുൾ ആയിട്ടുണ്ട്? വാട്ട് വാസ് ദ സ്റ്റാർട്ടിംഗ്? എപ്പോഴും ഒരു ക്യാമറയ്ക്ക് മുമ്പിൽ ഫേസ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു. ഹൗ ഡിഡ് ദാറ്റ്? ഇതില് ശരിക്കും പറഞ്ഞാല് ഫസ്റ്റ് ഇതൊരു വൺ മാൻ ഷോ ആയിരുന്നല്ലോ. അതായത് ഒരു കുട്ടിയെ മാത്സ് പഠിപ്പിച്ചുകൊണ്ടാണ് എടുത്തത്. അപ്പൊ എന്റെ സൗണ്ട് മാത്രം, ഞാനൊരു ക്യാമറ പേഴ്സണേ അല്ല. എപ്പോഴും എനിക്ക് ചിലപ്പോഴൊക്കെ ചമ്മലൊക്കെ വരാറുണ്ട്. ഏറ്റവും ഫസ്റ്റത്തെ എന്റെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ അതില് ആ ഒരു എൻറ്റയർ കോഴ്സിൽ ഞാൻ എന്റെ മുഖമേ കാണിക്കുന്നില്ല. അപ്പം ഞാൻ അത്ര ഷൈ ആയിരുന്നു. പിന്നെ കാണിക്കേണ്ടി വന്നു, അപ്പൊ കാണിച്ചു. ഇപ്പം ഐ ആം ഓക്കെ, എന്താ പറയാ, പിന്നെ പാർട്ട് ഓഫ് ദ ജോബ് പോലെയാണ് കാണുന്നത്. പിന്നെ ഒരു പേഴ്സണൽ ബ്രാൻഡിങ് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യാം ഒരു ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂല് ഭയങ്കര നല്ല കാര്യമായിട്ടാണ്. കാരണം എന്താ വെച്ചാൽ കുറച്ചും കൂടെ ട്രസ്റ്റ് ആൾക്കാർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. പിന്നെ മാർക്കറ്റിംഗ് കോസ്റ്റ് ഒക്കെ, അതായത് ഒരു എന്താ പറയാ ഒരു ബ്രാൻഡ് അംബാസഡർ എടുക്കുന്നതിൽ എത്ര നല്ലത് ആ ഒരു പേഴ്സണൽ ഇതിൽ തന്നെയാണ്. ഇപ്പൊ ആൻഡ് ഞാൻ കാണുന്ന അധിക ബ്രാൻഡുകളും പേഴ്സണൽ ബ്രാൻഡിംഗ് ഉണ്ട്. ഇപ്പം ഇലോൺ മസ്ക്, ടെസ്ലയും ഇലോൺ മസ്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്. അതേപോലെ ആപ്പിൾ ആൻഡ് സ്റ്റീവ് ജോബ്സ്, മൈക്രോസോഫ്റ്റ് ആൻഡ് ബിൽ ഗേറ്റ്സ് ഒക്കെ ആ ഒരു പേഴ്സണൽ ബ്രാൻഡിൽ തന്നെയാണ് വന്നതെന്നാണ്. പക്ഷെ അതിന്റെ ഒരു നെഗറ്റീവ് പാർട്ട് എന്ന് വെച്ചാൽ ആൾക്കാർ എപ്പോഴും നമ്മളൊരു പ്രസൻസ് ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴാണ് ഒരിക്കലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലീവ് എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ട് എന്നുള്ളതൊരു റിയാലിറ്റിയാണ്. ബട്ട് സ്റ്റിൽ ഞങ്ങളുടെ ബിസിനസ്സിനെ അത് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആസ് എ പേഴ്സണൽ ബ്രാൻഡ്. ഇപ്പൊ റീസെന്റ് ഞാനും കുറെ ഫൗണ്ടേഴ്സ് ആണെങ്കിലും റീൽസും യൂട്യൂബ് പോഡ്കാസ്റ്റും എസ്പെഷ്യലി ഏതറിന്റെ ഫൗണ്ടർ, ഒലയുടെ ഫൗണ്ടർ, ബോംബെ ഇവരൊക്കെയാണ് ഫൗണ്ടേഴ്സ് വന്നിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഐ തിങ്ക് ദാറ്റ്സ് എ ലാസ്റ്റ് ആൻഡ് നോട്ട് എക്സ്പ്ലോർഡ് മാർക്കറ്റ്. ഫൗണ്ടേഴ്സ് വന്നിട്ട് തന്നെ വേറെ ബ്രാൻഡ് സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് തന്നെ ഒരു റിസോഴ്സസ് ബിൽഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അത് ഞാൻ ഒബ്സർവ് ചെയ്തത്. അത് റൈറ്റ് അപ്രോച്ച് തന്നെയാണ്. കാരണം ഒരിക്കലും എന്ത് ചെയ്യാൻ ഒരു ഫിലിം സ്റ്റാറിന് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കുന്ന ട്രസ്റ്റിനേക്കാൾ അടിപൊളിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും ആൾക്കാർക്ക് എനിക്കത് പറഞ്ഞ് ട്രസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും തന്നെയാണ്. എല്ലാവരും യു ഓൾസോ റെക്കമെൻഡ് ബാക്കിയുള്ള അതെ, ഒന്നും കാര്യമായിട്ടൊന്നും ആവശ്യമില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞാൽ എനിക്കറിയാം ഒത്തിരി ആൾക്കാർ ഈവൻ ഈ എഡ്യൂപോർട്ടിനേക്കാളൊക്കെ മുന്നേ ഞാൻ ഇതുപോലത്തെ ഒരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ദുബായിലുള്ള സമയത്ത് അവിടെ ഈ വാറ്റ് വന്നു. അപ്പം എല്ലാവർക്കും ഇതെന്താ സംഭവം എന്ന് അറിയില്ല. ഞങ്ങൾ വളരെ സിമ്പിളാണ്. ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇതാണ് വാറ്റ് ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ ജസ്റ്റ് എന്റെ കോൺടാക്ട് നമ്പർ തന്നു. അപ്പൊ ആൾക്കാരെ വിളിച്ച് സംശയം ചോദിക്കുകയാണ്. എന്നിട്ട് പിന്നെ എനിക്ക് ഇതൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഇതെങ്ങനെയാ വാറ്റ്. അപ്പൊ ഞങ്ങൾ എന്റെ അടുത്ത് മെഷീൻസ് ഉണ്ട്, നിങ്ങളെ POS ആയിട്ട് ഉപയോഗിക്കാം. അപ്പൊ ഞാൻ അന്ന് ഒത്തിരി കാശ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒരൊറ്റ വീഡിയോ എന്ന് വെച്ചാല് ദ പോയിന്റ് ഈസ് നമ്മൾ അടിപൊളി സാധനം, അതായത് ഓക്കെ ഞാനൊരു പേഴ്സണൽ ബ്രാൻഡ് ആയിക്കളയാം എന്ന് പറഞ്ഞിട്ടൊന്നും വന്നിട്ടൊന്നും ദാറ്റ് വോണ്ട് വർക്ക്. പക്ഷെ ആൾക്കാർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നല്ല അടിപൊളിയായി പറഞ്ഞിട്ട് അവർക്ക് ഒരു യൂസ്ഫുൾ ആയി ഫീൽ ചെയ്യുകയാണെങ്കിൽ ദിസ് വിൽ ഓൾവേസ് വർക്ക്. ഓക്കെ, അല്ലാതെ ഇതായിരിക്കണം നമ്മൾ മൂഡ്. എനിക്കാണ് കുറച്ചുകൂടെ നന്നായിട്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക. ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഇത് നല്ല മെത്തേഡായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു. നിങ്ങൾ യൂട്യൂബ് സിസ്റ്റം ക്രാക്ക് ചെയ്യും, ഇൻസ്റ്റാഗ്രാം റീൽസ് ക്രാക്ക് ചെയ്യും. അപ്പൊ അതില് എന്തൊക്കെയാണ് ലേണിംഗ്സ് യു ക്യാൻ ഷെയർ വിത്ത് ദി കമ്മ്യൂണിറ്റി? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ക്രാക്ക് ചെയ്യാന്ന് പറയുമ്പോഴും ചില കാര്യങ്ങൾ ഇപ്പോഴും നമുക്ക് എന്താണ് ആംബിഗസ് ആണ്. ട്രൈ ഔട്ട് തന്നെയാണ് ഇതിൽ ചെയ്യേണ്ടത്. പിന്നെ ഒരു നമ്മളെ ഓഡിയൻസിന് ആവശ്യമുള്ള ബെസ്റ്റ് കണ്ടന്റ് കൊടുക്കൽ തന്നെയാണ് അതിന്റെ ഒരു മെയിൻ പാർട്ട് വരുന്നത്. ആര് യൂട്യൂബ് ക്രാക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും സ്ട്രാറ്റജിനേക്കാളൊക്കെ ഉപരി കണ്ടന്റ് തന്നെയാണ്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് നമ്മളൊരു ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ 10th 11th ഹൈസ്കൂൾ ആൻഡ് ഹയർ സെക്കൻഡറി സ്റ്റുഡൻസ് ആണ്. അവർക്ക് ആവശ്യമുള്ള കണ്ടന്റ് അക്കാഡമിക്കലിയും നോൺ അക്കാഡമിക്കലിയൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാന്നുള്ളത് തന്നെയാണ്. ആൻഡ് വിൽ മേക്ക് ഷുവർ ദാറ്റ് അത് യൂസ്ഫുൾ ആവുന്നുണ്ട്. ചിലത് ക്ലിക്ക് ആവും, ചിലത് ക്ലിക്ക് ആവില്ല. നമുക്ക് 1 million 10 million ഉള്ള ഇതുണ്ടാവും, ചിലപ്പം ലെസ് ദാൻ 10K ഉള്ള വ്യൂസ് ഉള്ള വീഡിയോസ് ഉണ്ടാവാറുണ്ട്. അതൊരു അൽഗോരിതം ക്രാക്ക് ചെയ്തതൊന്നുമല്ല. നമ്മൾ ബേസിക്കലി ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തിട്ട് ആ കമ്മ്യൂണിറ്റിക്ക് ആവശ്യമുള്ള കണ്ടന്റ് നിരന്തരം കൊടുക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഡെയിലി എത്ര വീഡിയോസ് ആവറേജ്? ഓൺ ആൻ ആവറേജ് നമുക്ക് 2 to 3 വീഡിയോസ് ഒക്കെ എന്തായാലും ഡെയിലി ഞാൻ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിന്റെ കൂടെ ലൈവുകൾ ഉണ്ടാവും, കുട്ടികളായിട്ടുള്ള ഇന്ററാക്റ്റീവ് സെഷൻസ് ഉണ്ടാവും, ക്ലാസ്സസ് ഉണ്ടാവും, മോട്ടിവേഷൻസ് ഉണ്ടാവും.
അപ്പൊ ഞാനൊക്കെ പേഴ്സണലി +1 +2 സെന്റ് തോമസ് തൃശ്ശൂരിലാണ് പഠിച്ചത്. ആ സമയത്താണെങ്കിലും എനിക്ക് ഇങ്ങനത്തെ ഒരു ക്ലാരിറ്റി ഒന്നുമില്ല. ഇപ്പോഴാണെങ്കിലും ഞാൻ കമ്പനി നടത്തുന്നുണ്ട്. ഞാൻ ഹയർ ചെയ്യുന്ന ആൾക്കാരെല്ലാം +2 കഴിഞ്ഞ ആൾക്കാരാണ്, നോട്ട് ഈവൻ എഞ്ചിനീയേഴ്സ്. അപ്പൊ ആ ഒരു കോവിഡ് 2019 സമയത്ത് ഒരു ഷിഫ്റ്റ് സംഭവിച്ചു. അത് എനിക്ക് ആ ഒരു 10th +1 +2 പഠിക്കുമ്പോൾ മോർ എക്സ്പോസ്ഡ് ആയിരുന്നു. അപ്പൊ അവിടെ എന്തെങ്കിലും സിഗ്നിഫിക്കന്റ് തിങ്സ് യു ഒബ്സർവ് പേഴ്സണലി? ഞാൻ അതെങ്ങനെ നമുക്ക് ഈ പറഞ്ഞ നല്ലൊരു തലമുറയെ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത്? ഓക്കെ, ഇതെനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ആണ് കേട്ടോ. അതായത് നീ +2 കഴിഞ്ഞ ആൾക്കാരാണോ മെയിൻലി ഹയർ ചെയ്യുന്നത്? അപ്പൊ എങ്ങനെയാ അവര് സ്റ്റിൽ പഠിച്ചോണ്ടിരിക്കുമോ? അല്ല, ഇവര് എന്തായാലും someone is creating something, they will always try to put some context account. അവർ ലിങ്ക്ഡിനിലും പലയിടത്തും നോക്കി കഴിഞ്ഞാൽ പറഞ്ഞു വരുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇവര് ജസ്റ്റ് +2 കഴിഞ്ഞിട്ടുള്ളൂ, 10th കഴിഞ്ഞിട്ടുള്ളൂ പറഞ്ഞു മനസ്സിലാവും. പക്ഷെ ആ ഒരു ടാലന്റ് മേ ബി ലെറ്റ്സ് സേ 3-4 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള ആരാണെങ്കിലും വെരി ടാലന്റ് വെൽ ഡിസിപ്ലിൻഡ് ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നു സംതിങ് ഈസ് എവിടെ എന്തൊക്കെയോ ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. മേ ബി ഓർഗനൈസേഷൻ ലൈക്ക് എഡ്യൂക്കേഷൻ ഹാസ് എ കീപ് റോൾ ഇൻ പ്ലേയിങ് എന്നുള്ളതാണ് എന്റെ ഒരു പെർസെപ്ഷൻ. ഇതില് എന്റെ ഒരു തോട്ടം എന്താ വെച്ചാല് ആ കോവിഡ് വാസ് എ ഡീൽ ബ്രേക്കർ ഫോർ എവ്രി വൺ. അതായത് കോവിഡിന് മുന്നേയും നമ്മുടെ നാട്ടില് ഇന്റർനെറ്റ് ഒക്കെ അത്യാവശ്യം പെനിട്രേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് മക്കൾക്കൊക്കെ ഫോണ് കൊടുക്കാനൊക്കെ തുടങ്ങിയത് കോവിഡ് സമയത്ത്. വേറൊരു വഴിയില്ലാതെ ഫോൺ കൊടുത്തിട്ട് അവരെ കച്ചറയാക്കുന്നുള്ള രീതിയിൽ ഫോൺ കൊടുക്കാൻ മെനി എക്സ്പ്ലോർഡ് ഓൺ ഇറ്റ്. അപ്പം അത് കൾച്ചറലി ആണെങ്കിൽ ഇപ്പൊ കുട്ടികളുടെ ഇപ്പൊ എന്താ പറയാ, ഒരു കോവിഡിന് മുന്നേ ഉള്ള ഒരു 10ാം ക്ലാസ്സുകാരന്റെ മൈൻഡ് സെറ്റ് അല്ല കോവിഡിന് ശേഷം വരുന്ന 10ാം ക്ലാസ്. അവര് വെസ്റ്റേൺ കൾച്ചറൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് എക്സ്പോസ്ഡ് ആയിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ സംഭവിച്ച മറ്റൊരു കാര്യം ടെക്കുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവര് നല്ല രീതിയിൽ എക്സ്പോസ്ഡ് ആയിട്ട് ഇപ്പം ഈവൻ നമ്മളെന്താ പറയാ ഫ്രീ കോഡ് ക്യാമ്പ് എന്നൊക്കെ മുമ്പ് ഒരു 10ാം ക്ലാസ്സിന് കേൾക്കാത്ത സാധനങ്ങളാണ്. പക്ഷെ അവരിത് കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഞാനായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നപ്പം അന്ന് നമ്മള് ഇവന്റെ മെഹറിന്റെ പരിപാടി ടിങ്കർ ഹബ്. അപ്പൊ അന്ന് ഞാൻ എന്റെ ഒരു സ്റ്റുഡന്റ് എന്നെ കണ്ടിട്ടുണ്ട്. അവൻ +1 അവൻ കുറെ കാലമായിട്ട് AI-യിലൊക്കെ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആ ഒരു വേൾഡ് ഓപ്പൺ ആയത് അവർക്ക് ആക്സസിബിൾ ആയി തുടങ്ങിയത് കോവിഡിന്റെ സമയത്താണ്. ആൻഡ് അത് ഒത്തിരി എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ ഇപ്പം ഞാനൊരു NIT എന്നുള്ള നല്ല അത്യാവശ്യം നല്ലൊരു കോളേജിലാണ് പഠിച്ചെങ്കിലും എന്റെ 4 years ആസ് സച്ച് ഒരു അക്കാഡമിക്കലി ഒരു വേസ്റ്റഡ് പോലെ തന്നെ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. ബെസ്റ്റ് തിങ് ഐ ഗോട്ട് ദേർ ഇസ് ലൈക്ക് എന്താ പറയുക, കുറെ അടിപൊളി ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റുന്നു. നെറ്റ്വർക്ക് മാത്രമാണ് അവിടെ നിന്ന് കിട്ടിയത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ കുട്ടികൾക്കൊക്കെ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി. ലെറ്റ് ദം സ്റ്റഡി സംവെയർ ഫോർ ദ സേക്ക് ഓഫ് എ ഡിഗ്രി. പക്ഷെ അതിന്റെ കൂടെ തന്നെ ഈ ഓൺലൈനിലും ഒക്കെ പല കാര്യം പ്രോഗ്രാമിംഗ് ആയിക്കോട്ടെ, വീഡിയോ, എന്ത് ലൈഫ് സ്കിൽ ഉണ്ടാക്കി കഴിഞ്ഞാലും ചിലപ്പോൾ പഠിച്ച് തീരുന്നതിന് മുന്നേ തന്നെ അവർക്ക് ജോലി കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ആൻഡ് മറ്റൊരു കാര്യം വരുന്നത് എന്താ വെച്ചാൽ ഇപ്പൊ എന്റെ കമ്പനിയിൽ 400+ എംപ്ലോയീസ് ഉണ്ട്. ഞങ്ങള് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഹയറിംഗ് ആണ്. ഇതില് ശരിക്ക് നമ്മുടെ നാട്ടിലിപ്പം യങ്സ്റ്റേഴ്സിനോട് ചോദിച്ചാൽ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് ജോലി കിട്ടുന്നില്ല എന്നുള്ളതാണ്, നല്ല സാലറി. അപ്പം അതേ സ്ഥാനത്ത് നീ ഒരുപാട് ഓണ്ടർപ്രണേഴ്സിനോട് ചോദിച്ചാൽ അവര് പറയുന്നത് വെച്ചാൽ നല്ല എംപ്ലോയീസിന് കിട്ടുന്നില്ല. ഒരു ഹ്യൂജ് ഗ്യാപ്പ് എന്തുണ്ട് അവിടെ ഉണ്ട്. അപ്പം ആ ഗ്യാപ്പ് കറക്റ്റ് നമുക്ക് ഫില്ല് ചെയ്യിപ്പിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി റിയലി ഗുഡ്. അതായത് എംപ്ലോയീസ് ഇപ്പൊ ഞങ്ങളാണെങ്കിലും ഏത് ഓണ്ടർപ്രണേഴ്സ് ആണ് നല്ല സാലറി, നല്ല ടാലന്റുള്ള ആൾക്കാർക്ക് നല്ല സാലറി കൊടുക്കാൻ പറ്റും. നമ്മുടെ മംഗ്ലീഷ് കീബോർഡിന്റെ സെനിയും എനിക്കറിയാം. അപ്പം അവരുടെയൊക്കെ പാക്കേജ് തുടങ്ങുന്നത് തന്നെ 12 lakh per annum ഒക്കെയാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ അവൻ എപ്പോഴും പറഞ്ഞുതരാം ഇത് നല്ല ആളെ കിട്ടുന്നില്ല നല്ലതാണ്. അപ്പം ഈ ഒരു സംഭവം എന്താണ്, ഈ യങ്സ്റ്റേഴ്സ് വന്നിട്ട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നില്ല ആ ഒരു മേബി ആഫ്റ്റർ അല്ലെങ്കിൽ ആഫ്റ്റർ +1 +2 കഴിഞ്ഞിട്ട് ഇപ്പൊ തന്നെ ആൾക്കാര് എമൗണ്ട് ഓഫ് ഇൻകം ഉണ്ടാക്കുന്നുണ്ട്. Can be some reels can be some coding. So I'm also very bullish on what's happening. I can clearly see something is going on. അതാണ് ഇപ്പം നമ്മളിപ്പം ഇപ്പൊ സ്റ്റീവ് ജോബ്സ് അല്ലെങ്കിൽ ഇലോൺ മസ്കിന്റെ ഒക്കെ കഥകൾ നോക്കുമ്പോൾ അവരൊക്കെ ഈ ഒരു സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഏജിൽ ടെക്കുമായിട്ട് എക്സ്പോസ്ഡ് ആയിട്ടുണ്ട്. എന്റെ ഒക്കെ കേസിൽ ശരിക്കും കോളേജിലേക്ക് എത്തിയതിനു ശേഷം അപ്പം ഒരു 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അറ്റ്ലീസ്റ്റ് റിയാക്ട് എന്താണ്, ഫ്ലട്ടർ എന്താണ്, ആപ്പ് ഡെവലപ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു ആപ്പ് ഉണ്ടായത്. സംഭവം സിമ്പിൾ ആണെങ്കിലും ആ ഫയർ എല്ലാം കറക്റ്റ് പാത്തിലേക്ക് അവർ എത്തുന്നുണ്ട്. അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടൊക്കെയാണ് ആൾക്കാർ അതൊരു എനിക്ക് തോന്നുന്ന പ്രത്യേകിച്ച് നമ്മുടെ നാട്ടില് സംഭവിക്കാവുന്ന ഏറ്റവും വലിയൊരു പവർ എന്ന് പറയുന്നത് ഈ യങ്സ്റ്റേഴ്സ് ആണ്. അപ്പം അവരാ ഒരു റൈറ്റ് ഡയറക്ഷനിലേക്ക് നമുക്ക് ഡയറക്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഗ്രേറ്റ്. ഒരുപാട് ചേഞ്ചസ് നമ്മുടെ നാട്ടിൽ വരും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് സംഭവം
യു മേ ഹാവ് എക്സ്പീരിയൻസ് വിത്ത് Yes, yes. നിങ്ങൾ എങ്ങനെയാണ് ഓർഗനൈസേഷൻ ലെവലിൽ എങ്ങനെയാണ് തന്നെ നിങ്ങളുടെ ആ ഒരു ഓപ്പർച്യൂണിറ്റി പേഴ്സണലൈസ്ഡ് എഡ്യൂക്കേഷൻ അങ്ങനെ എന്തെങ്കിലും എഐനെ ഒന്ന് ഞാൻ കാണുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് എഐ ഒരു ഭയങ്കരമായ ചേഞ്ച് നാട്ടിൽ ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അതായത് ഇപ്പം ഒരു ഹ്യൂമൻ എവല്യൂഷൻ തന്നെ എടുക്കുകയാണെങ്കിൽ ഓരോ സമയത്തും തുടക്കത്തിൽ ഒരു ഡീസൽ എഞ്ചിൻ വന്നപ്പോൾ ഒരു ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇൻഡസ്ട്രിയലൈസേഷൻ, ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചപ്പോൾ ഒത്തിരി മാറ്റം വന്നു. പിന്നെ കമ്പ്യൂട്ടർ വന്നപ്പോൾ നമ്മളെ ഹ്യൂമൻ പ്രൊഡക്ടിവിറ്റി ഭയങ്കരമായി മാറിയിട്ട് ദെൻ ഇന്റർനെറ്റ്. ലൈക്ക് ഇന്റർനെറ്റ് ഇല്ലാത്ത സമയത്ത് ബാങ്കിങ്ങിനെ കുറിച്ചൊന്നും നമുക്ക് ആലോചിക്കാനേ പറ്റില്ല. അപ്പം അതിന്റെ ഒരു നെക്സ്റ്റ് ഫേസ് ആയിട്ടാണ് എഐ വന്നിരിക്കുന്നത്. ഇത് എന്താ ഹ്യൂമൻ പ്രൊഡക്ടിവിറ്റി ഭയങ്കരമായിട്ട് കൂടും തന്നെയാണ്. ഞാനിപ്പോ വളരെ കുറച്ചാണ് എഐയിൽ എക്സ്പ്ലോർ ചെയ്യുന്നത് കൂടി എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം ഞാനൊക്കെ മുമ്പ് ഇപ്പം ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരാഴ്ചക്ക് എടുത്ത് ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഇപ്പം 3 മണിക്കൂർ 4 മണിക്കൂർ വിത്ത് ഹെൽപ്പ് ഓഫ് എഐ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് എസ്പെഷ്യലി ഇപ്പൊ കോഡിങ്ങിലൊക്കെ ഫെലിക്സിന് തന്നെ അറിയാം. അതായത് ഭയങ്കരമായിട്ട് നമ്മൾ കോഡിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല. ഈ സാധനം ചെയ്തു ഒരാള് ഒരു എഞ്ചിനെ കൊണ്ട് നമ്മൾ കോഡ് ചെയ്യിപ്പിക്കുന്നു, അടുത്ത എഞ്ചിൻ അത് ടെസ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് അവര് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ബെസ്റ്റ് തിങ് ഉണ്ടാക്കി തരും. അപ്പം അത് ഞങ്ങൾ ഓർഗനൈസേഷനിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ചെയ്യുന്നത്. അതായത് ഞങ്ങള് സെൽഫായി കോഡ് ചെയ്ത് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്ത് ഒത്തിരി കാര്യങ്ങൾ വിത്ത് ഹെൽപ്പ് ഓഫ് LLM മോഡൽസ് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങളൊരു മെയിൻ വിഷൻ എന്ന് പറയുന്നത്, അതായത് ശരിക്ക് എഡ്യൂപോർട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോ പ്രത്യേകിച്ച് വിഷനോ പ്രോബ്ലം സോൾവ് ചെയ്യലൊന്നല്ല, അത് ഒരു ആക്സിഡന്റലി സംഭവിച്ചാണ്. പക്ഷെ ഇപ്പം ഞങ്ങൾ ഉദ്ദേശിക്കുന്ന വെച്ചാൽ ഈ എഡ്യൂക്കേഷൻ ഫീൽഡ് ഒരുപാട് കാലമായിട്ട് ഒരു മാറ്റമില്ലാത്ത സംഭവം. എന്റെ പാരന്റ് ഇരുന്ന പോലത്തെ ക്ലാസ് റൂം തന്നെയാണ് ഞാനും പഠിച്ചത്. എന്റെ മക്കളും അതേപോലത്തെ ക്ലാസ് റൂം. മേ ബി ഒരു പ്രൊജക്ട് ഒക്കെ അവിടെ എക്സ്ട്രാ വന്നിട്ടുണ്ടാവും. കാര്യമായിട്ടൊന്നും മാത്രം 50 years ബാക്കി എല്ലാ ഫീൽഡും 50 years മുമ്പുള്ള കാറോ ഫോണോ ഒന്നുമല്ല ഇപ്പോഴുള്ളത്. എന്റെ ഇതിൽ വരുന്നത് വെച്ചാൽ 1/5 ആളാണ് ഒരു ക്ലാസ്സിൽ 60 കുട്ടികൾ, എല്ലാവർക്കും ഒരേ ക്ലാസ്. ഒരുപാട് സ്റ്റഡീസ് ഒക്കെ നടന്നിട്ടുണ്ട്. ഒരേ ക്ലാസ് റൂമിൽ ഇരിക്കുന്നു, ഒരേ ടീച്ചറെ ക്ലാസ് കേൾക്കുന്നു, ഒരേ ടെക്സ്റ്റ് ബുക്ക് പഠിക്കുന്നു, ഒരേ ഹോംവർക്ക് ചെയ്യുന്നു. പക്ഷെ പല കുട്ടികളും പല ലെവലിലാണ്. അപ്പൊ ഇതെന്തുകൊണ്ടാന്നൊക്കെ ഉള്ളതിൽ അൾട്ടിമേറ്റ്ലി പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 60 കുട്ടികൾക്കെല്ലാം ഒരു ടീച്ചറാണ്, ഒരു കുട്ടിക്ക് ഒരു ടീച്ചറാണ്. ആ ടീച്ചർ കുട്ടിയുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നോക്കി പഠിപ്പിക്കണം. ആൻഡ് ഇതാണ് പണ്ട് നമ്മളുടെ ഗുരുകുല സമ്പ്രദായം എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് ആ ഒരു റിസർച്ചിന്റെ ഫൈനൽ അവർ തന്നെ പറയുന്നുണ്ട്, ദിസ് ഇസ് നോട്ട് പ്രാക്ടിക്കൽ. അത്രയും കുട്ടികൾക്ക് വേണ്ടത്രയും ടീച്ചേഴ്സ് കിട്ടൂല, ആൻഡ് എക്കണോമിക്കലി എന്തെല്ലാം പോസിബിൾ അല്ല. പക്ഷെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ടെക് ഉപയോഗിച്ചിട്ട് അതിന് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒത്തിരി പ്രോഗ്രാമുകൾ ഇപ്പൊ ഈ എഐ ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റുന്നത്, സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് അതാണ് ഞങ്ങളുടെ ഫ്യൂച്ചർ. അതായത് ഒരു കുട്ടിക്ക് അവൻ എഫേർട്ട് എടുക്കാൻ റെഡിയാണെങ്കിൽ അവന്റെ ഏറ്റവും മാക്സിമത്തിലേക്ക് പേഴ്സണലൈസ് ആയിട്ട് എത്തിച്ചു കൊടുക്കുക. അതായത് ഇവൻ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഇപ്പം ഫെലിക്സ് ഇൻസ്റ്റാഗ്രാം തുറന്നാലും ഞാൻ ഇൻസ്റ്റ തുറന്നാലും ഡിഫറെന്റ് ഫീൽഡാണ് ഉണ്ട്. അതേപോലെ തന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരേ സംഭവമാണ് അവർ പഠിക്കുന്നെങ്കിലും ഡിഫറെന്റ് രീതിയിൽ പഠിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മോഡാണ് നമ്മൾ ചെയ്യുന്നത്. ഞങ്ങളൊരു 2.0 വേർഷൻ എന്ന് പറയാൻ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ നമ്മുടെ ഹയറിംഗ് ഇഷ്യൂസ് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നു. അതായത് നീ എഞ്ചിനീയറിംഗ് എടുക്കേണ്ട ആളല്ല, നിനക്ക് ആർട്സ് ആണ് നല്ലത്, അല്ലെ നീ വെറുതെ ആർട്സ് പോലെ നീ എഞ്ചിനീയറിംഗോ MBBS പോലെയാണ് നിനക്ക് ഒരുപാട് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ലേണിംഗ് കർവ്, ലേണിംഗ് പാത്ത് ഒക്കെ നമുക്ക് ക്ലിയർലി പറഞ്ഞു കൊടുക്കും. ഹൈസ്കൂൾ മുതലുള്ള ഇതിൽ നമുക്ക് കറക്റ്റ് അത് ഐഡന്റിഫൈ ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്. നിങ്ങളുടെ ഇത്ര നാള് ഫണ്ട് റേസ് ചെയ്തിട്ടില്ല. 1 month back you did some fund raise. So എന്തിനായിരുന്നു and how much എങ്ങനെയായിരുന്നു റേസ് ചെയ്തത്? അതായത് ഇത്രയും കാലം നമ്മൾ ഫണ്ട് റേസ് ചെയ്യാത്തതിന്റെ ഒരു പ്രധാന റീസൺ എന്താ വെച്ചാൽ, ഒന്ന് അങ്ങനെ ഒരു ബിസിനസ് മോഡലിനെ കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. ഈ എന്താ പറയാ വാല്യുവേഷൻ ഗെയിമിനെ കുറിച്ചൊന്നും ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനെ കുറിച്ച് എനിക്ക് അതിന്റെ ഒരു നീഡ് എന്താണെന്ന് അറിയില്ല. അപ്പൊ നമ്മള് തുടക്കം മുതലേ ക്യാഷ് പോസിറ്റീവ് ഓരോ മാസവും ഞാൻ എൻഷുർ ചെയ്യുന്നുണ്ടായിരുന്നു അടുത്ത മാസം സാലറി കൊടുക്കാനുള്ള പൈസ എന്റെ അക്കൗണ്ടിൽ ഉണ്ട് എന്നുള്ളത്. ആ ഒരു മോഡിലായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എന്തിനു നമ്മളിപ്പോ ഒന്ന് ഫണ്ട് റൈസ് ചെയ്ത് 2 ദിവസം ഒന്ന് ഞാനൊരു CEO-നെ ഹയർ ചെയ്തു. അപ്പം ഈ ഇൻവെസ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇനി ഞാൻ ആൻസർ ചെയ്യേണ്ട, അവൻ ആൻസർ ചെയ്താൽ മതി എന്നുള്ള ഒരു പ്രധാന അഡ്വാൻറ്റേജ് അവിടെ ഉണ്ട്. രണ്ടാമത്തെ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ എഡ്യൂപോർട്ട് 2.0 ഫിഗർ ഔട്ട് ചെയ്തു. ആൻഡ് ഇതെന്ത് ചെയ്യാൻ പറ്റണം, വളരെ ക്വിക്ക് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യണം.
അതിന് ഫണ്ട് അതിന് ഫണ്ട്, അത് എക്സ്പാൻഷൻ, അതായത് ഞങ്ങൾ 4 വർഷം കൊണ്ട് എത്തുന്നത് എവിടെയാണോ അതെനിക്ക് എന്ത് ചെയ്യാൻ പറ്റണം, 1 വർഷം കൊണ്ട് എത്തണം എന്നുള്ള ഒരു മോഡിലേക്ക് വന്നപ്പോഴാണ് നമ്മൾ ഫണ്ട് റേസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. ആ ഒരൊറ്റ റീസൺ ആണ്. എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് ഭയങ്കര ലൂക്രേറ്റീവ് ഡീലാണ് അതിൽ കിട്ടിയിട്ടുള്ളത്. അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിസ്റ്ററി ആൻഡ് ഫിനാൻഷ്യൽസ് വാസ് വെരി സ്ട്രോങ് തുടക്കം മുതലേ. നല്ലൊരു കാര്യം ഞങ്ങൾ പറയാൻ പറ്റായിരുന്നു. സാധാരണ കമ്പനിയുടെ ആൾക്കാർ ഫസ്റ്റ് ഡേ തന്നെ ഫണ്ടിങ്ങിന് വേണ്ടി ബട്ട് യു ഫിഗർഡ് ഔട്ട് 4 കൊല്ലം യു ഫിഗർഡ് ഔട്ട് ബിസിനസ് മോഡൽ പോസിറ്റീവ് ആയി പ്രോഫിറ്റബിൾ ആണ് എൻഷുർ ചെയ്തു. അത് കഴിഞ്ഞാൽ then you growth opportunity രീതിയിലാണ് ഫണ്ട് റേസ്, നോട്ട് ഫോർ അതർ തിങ്സ്. അപ്പൊ അതൊരു നല്ലൊരു മൈൻഡ് സെറ്റ് കൂടിയാണ് കമ്പയർഡ് ടു വാട്ട്. അതെ, എനിക്കറിയില്ല, ബിസിനസ് ഷുഡ് ഓൾവേസ് മേക്ക് മണി ആൻഡ് മേക്ക് പ്രോഫിറ്റ് തന്നെയാണ് എന്റെ ഒരു കൂടെ. അല്ലെങ്കിൽ വി ഷുഡ് ഹാവ് എ ക്ലിയർ പ്ലാൻ. ഇപ്പൊ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ സമയം ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രോഫിറ്റബിൾ ആവാൻ പറ്റും എന്നുള്ളത് ക്ലിയർ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യാം. അല്ലാതെ ഓൺ ദ ഗോ ഫിഗർ ഔട്ട് ചെയ്യാന്നുള്ള മോഡലൊന്നും നിങ്ങൾ സ്റ്റാർട്ടപ്പ് തുടങ്ങരുത് എന്നാണ് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. പിന്നെ എബിറ്റ പോസിറ്റീവ് ആവാൻ അതൊരു എനിക്കറിയില്ല, അല്ലാതെ എങ്ങനെയാണ് അതിന്റെ ഒരു മുന്നോട്ട് പോകുന്നത്. പക്ഷെ സ്റ്റാർട്ടപ്പുകൾ അങ്ങനെ ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട്. ഞാൻ ഓൾവേസ് പ്രോഫിറ്റ് ഉണ്ടാക്കണം. എന്താണ് ഈ എബിറ്റ? എബിറ്റയുടെ ഫുൾ ഫോം ഒന്നും എനിക്ക് വലിയൊരു എന്താ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് എന്തൊക്കെ ഡിഡക്ഷൻസ് ആൻഡ് ടാക്സ് ആണ് തോന്നുന്നുണ്ട്. പക്ഷെ ബേസിക്കലി ലാഭമാണ് എബിറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ ഓക്കെ, നമുക്ക് എന്തുണ്ട് 1 ലക്ഷം രൂപ എക്സ്പെൻസ് ഉണ്ട്, നമ്മൾ 1,10,000 നമുക്ക് റവന്യൂ ഉണ്ടെങ്കിൽ വി ആർ എബിറ്റ പോസിറ്റീവ് എന്നാണ്. അപ്പം പല ബിസിനസ്സുകളും കാണുന്നത് ഞാൻ 2 ലക്ഷം 3 ലക്ഷം ചെലവുണ്ട്, 10,000 രൂപയാണ് റവന്യൂ ഏർണിങ്സ് എന്നുള്ളത്. അപ്പം ആ മോഡല് പിന്നെ സസ്റ്റൈനബിൾ. അതിന്റെ അടുത്തൊരു പ്രശ്നം എന്ന് വെച്ചാല് ലൈക്ക് എപ്പോഴും സസ്റ്റൈനബിൾ ആവുന്ന പോയിന്റ് എത്തുമ്പോഴത്തേക്ക് കോമ്പറ്റീഷൻ വരും. കോമ്പറ്റീറ്റേഴ്സ് വീണ്ടും അതെന്തായിരിക്കും, അതായത് നമ്മളൊക്കെ ഇങ്ങനെ പോയി ഈ ഒരു പോയിന്റിൽ നമ്മൾ എത്തുമ്പോൾ സസ്റ്റൈനബിൾ ആവുന്നൊക്കെ വിചാരിക്കുന്ന സമയത്ത് പുതിയൊരു പ്ലെയർ സെയിം സാധനമായിട്ട് വന്നിട്ടാവും വീണ്ടും നമുക്ക് മാർക്കറ്റിംഗിൽ സ്പെൻഡ് ചെയ്യേണ്ടത്. വീണ്ടും അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. പിന്നെ ഇതിൽ ഒത്തിരി ഡീപ് ഡൈവ് ചെയ്യാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. എന്റെ ഒരു മോഡൽ ഷുഡ് ബി പ്രോഫിറ്റബിൾ എന്നാണ്. വെരി ഗുഡ് വേ ടു ലുക്ക് അറ്റ്. യെസ്, ആൻഡ് എതിരഭിപ്രായങ്ങൾ ഉണ്ടാകണം. ഇപ്പോൾ എനിക്ക് കൗതുകം എന്ന് വെച്ച് കഴിഞ്ഞാൽ അജാസ് തീരെ ക്യാമറ ഫേസിങ് അല്ലാത്ത മുമ്പ് then you became face of the eduport. അതിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ ജേർണി ഉണ്ടായിരുന്നു. ആൻഡ് ബാക്കിയുള്ളവർക്ക് എങ്ങനെ ആ ലെവൽസ് ഉപയോഗിച്ച് അവരുടെ കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യാൻ പറ്റും? ശരിക്കും ഈ കോൺഫിഡൻസ് എന്താണ് ഓവർ കോൺഫിഡൻസ് എന്നുള്ളത് എനിക്ക് ഇപ്പോഴും ഒരു ക്ലാരിറ്റി ഒന്നും കിട്ടില്ല. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു, എനിക്ക് തീരെ കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു സംഭവമായിരുന്നു ഈ ഒരു പബ്ലിക് ഫിഗർ ആവുക അല്ലെങ്കിൽ ഫേസ് ഓഫ് എ കമ്പനി ആവാന്നൊക്കെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ തുടക്കത്തിലൊക്കെ എന്തായിരുന്നു, ഞാൻ ഭയങ്കര ഷൈ ആയിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ എന്നെ മുന്നോട്ട് നയിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു റിയാലിറ്റി ആണ്. ഞാൻ ആദ്യമായിട്ട് ഒരു വീഡിയോ ചെയ്യുമ്പോൾ മാക്സിമം ഒരു 100 ആളോ 150 ആളെ കാണുള്ളൂ. അപ്പൊ അതെന്താണെങ്കിലും കുഴപ്പമില്ല, ഐ നീഡ് ടു സ്റ്റാർട്ട് എന്നുള്ള രീതിയിലായിരുന്നു. ആ ഒരു സാധനമാണ് പലർക്കും മിസ്സായി പോകുന്നത്. അവര് ഭയങ്കരമായിട്ട് ഓവറായിട്ട് എക്സ്പെക്ടേഷൻസും ഇത് വലിയ എന്തോ സമയത്ത് അതിന്റെ ഫസ്റ്റ് വീഡിയോ തന്നെ മില്യൺസ് ഓഫ് ആൾക്കാർ കാണുന്നുള്ള ഒരു വിചാരം വരുമ്പോഴാണ് എല്ലാ കോൺഫിഡൻസും പോവാം. നമ്മളൊരു റിയാലിറ്റി ചെക്ക് നടത്താം. ഇതുകൊണ്ടുണ്ടാവുന്ന മാക്സിമം ഡാമേജ് ഞാൻ എപ്പോഴും ആ ഒരു രീതിയിൽ ഇപ്പൊ ചെയ്തു കഴിഞ്ഞാൽ മാക്സിമം പോയാൽ ഇതേ സംഭവിക്കുള്ളൂ. ഞാൻ എപ്പോഴും അതാണ് കേട്ടോ, അതാണ് റൈറ്റ് വേർഡ്. ആ ഒരു കാര്യം ചിന്തിക്കും ഒരു പരിധി വരെ എനിക്ക് എന്ത് ചെയ്യാം പല കാര്യങ്ങൾക്കും പലപ്പോഴും എനിക്ക് എപ്പോഴും വർക്ക് ചെയ്തൊരു കാര്യമാണ് ഈ ഒരു സാധനത്തില് വാട്ട് ഇസ് ദ വേഴ്സ്റ്റ്, ഇത് ഞാൻ ചെയ്താൽ വാട്ട് ഇസ് ദ വേഴ്സ്റ്റ് കേസ് സിനാരിയോ. അപ്പൊ നമ്മള് ഒരു ഓഫ്ലൈൻ സെന്റർ ഒക്കെ തുടങ്ങുമ്പോൾ അതൊക്കെ ഒരുപാട് ആൾക്കാർ കാലങ്ങളായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു മാർക്കറ്റിലാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ചെയ്തപ്പോൾ വർഗീയത്തിൽ എന്താ സംഭവിക്കാം, ഇത്രയും സംഭവിക്കും, ലെറ്റ്സ് ടേക്ക് ദ റിസ്ക്. ആ ഒരു സാധനം എപ്പോഴും എന്താണ്, ആ ഒരു റിസ്ക് അല്ലെങ്കിൽ റിസ്ക് കേസ് സിനാരിയോ അനലൈസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് കോൺഫിഡൻസിന്റെ ഒരു നല്ല കാര്യം തോന്നുന്നു. ഇപ്പൊ ഫെലിക്സിന്റെ കേസിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു. ഈ പണ്ട് നമ്മളൊന്ന് സംസാരിച്ചപ്പോഴൊക്കെ ഒരു ഇൻട്രോവേർട്ട് ആയിരുന്നു, പിന്നെയാണ് ഈ ഒരു മോഡിലേക്കൊക്കെ എത്തിയതൊക്കെ അന്ന് നീ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ 10ാം ക്ലാസ് സമയത്തൊക്കെയാണ് ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരുന്നു. ഇപ്പോഴുണ്ട് കുറച്ച് ഷൈ സ്റ്റാൻഡ് ഔട്ട്. അത് ഇവോൾവ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഡിഡ് ബിറ്റ് ഓഫ് ട്രാവലിംഗ് ആസ് വെൽ ആസ് അതിന് മുമ്പാണെങ്കിൽ ഞാൻ +2 കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ചെറിയ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിന് പോയിട്ടായിരുന്നു. അവിടെ എനിക്ക് കോൺഫിഡൻസ് റീബിൽഡ് ചെയ്യാൻ പറ്റി. എല്ലാ ദിവസവും വന്നു കഴിഞ്ഞാൽ സ്റ്റേജിൽ പോയി പ്രസന്റ് ചെയ്യണം. അങ്ങനെ ഒരു ആ ഒരു ഷേപ്പ് ഫാക്ടർ എടുത്തു കളഞ്ഞു.
പിന്നെ ഒരു പ്രൗഡ് ഫാക്ടർ then we are become very confident in ourselves. Eventually it's a long way ahead, but I think traveling plus some mentorship helped me to Yes. അതായത് പിന്നെ ആ ഒരു യു ആർ ഫോഴ്സ് ടു എന്നുള്ളത് ഒരു സംഭവമാണ്. അന്ന് നിന്നെ ഫോഴ്സ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ നീ ഇപ്പോഴും ആ പബ്ലിക് എന്നും പ്രസന്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോഴും നീ ആ ഒരു ഷൈ പേഴ്സൺ. അപ്പം ആ ഒരു കാര്യമാണ് ആൾക്കാരും ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ജസ്റ്റ് ടു ഇറ്റ് ആൻഡ് ലൈക്ക് ഫെയിൽ ആയാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലേ. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ മണ്ടത്തരങ്ങൾ ചെയ്യുന്നുണ്ട്, നമ്മളത് ഓർക്കാൻ പോലും ഇല്ല എന്നുള്ളതാണ്. കാരണം ഒത്തിരി അതിനെ കുറിച്ച് അറിയിടാവാത്ത എഡിപ്പോട്ട് ഇപ്പൊ ഒരു 4 കൊല്ലം തുടങ്ങിയിട്ട് ഹെൽപ്പ് lakhs and lakhs of students. ആ ഒരു ഓൺ ഗ്രൗണ്ട് ഇമ്പാക്ട് എന്തൊക്കെയാണ് which makes you really proud and continue to do it? യെസ്, അതില് ഒരുപാട് ഒന്നെന്ന് വെച്ചാല് ഇപ്പം ഞാനിപ്പോ ഒരു മോളിലൊക്കെ പോവാണെങ്കിൽ ഒരുപാട് കുട്ടികളൊക്കെ വരും. അപ്പൊ ഇറ്റ്സ് നോട്ട് ലൈക്ക് ഒരു ഫിലിം സ്റ്റാറിനെ കാണുന്നത് പോലെ അവരുടെ ലൈഫിൽ എന്താ പറയാ, അവർക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവ് നോട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടാണ് അവരുടെ അടുത്ത് വരുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതായത് ഇപ്പം ഒരുപാട് കുട്ടികൾ വരും. ചില ആൾക്കാർ സാറിനെ പോലെ, ചില ഭയങ്കര അടുത്ത് ഒരു കെട്ടിപ്പിടിക്കുന്ന പോലെയൊക്കെ വരും. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും വിചാരിക്കാന്ന് വെച്ചാൽ നല്ല മാർക്ക് സ്കോർ ചെയ്ത കുട്ടികളായിരുന്നത്. അവൻ +1 പഠിക്കുന്ന സയൻസ് ആണെന്നൊക്കെ ചോദിക്കും. ഭയങ്കര സ്നേഹം കാണാം. അപ്പൊ അവൻ പറയില്ല സാർ ഞാൻ ഹ്യൂമാനിറ്റീസ് ആണ്. അപ്പൊ ആദ്യമൊക്കെ എനിക്കതൊരു ഇതെന്താ സംഭവം, ഹ്യൂമാനിറ്റീസ് എന്ന് പറയുമ്പോൾ പൊതുവെ നല്ല മാർക്ക് കിട്ടാത്ത കുട്ടികൾ പഠിക്കുന്ന ഒരു സാധനമല്ലേ. അപ്പൊ എന്തായാലും ഇത്രയും സ്നേഹം. അപ്പൊ അവിടെ എന്താ സംഭവം, അവൻ തോക്കുന്നു വിചാരിച്ചായിരുന്നു. അവനെ ഞാൻ എന്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ജയിപ്പില്ല. അപ്പൊ ആ ഒരു സാധനം എനിക്ക് ഭയങ്കര പോസിറ്റീവ് സാധനമാണ്. പിന്നെ ഇപ്പൊ കുട്ടികളുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യുമ്പോൾ അത് ഒത്തിരി ഇപ്പം 2-3 കേസ് ഉണ്ട്. ഒരു കേസ് എന്താ വെച്ചാൽ ഒരു കുട്ടി 10ാം ക്ലാസ് മുതൽ ക്യാൻസർ പേഷ്യന്റ് ആണ്. അപ്പൊ ഈ കീമോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഭയങ്കര ക്ഷീണവും സ്കൂളൊന്നും പോയിട്ടേ ഇല്ല. കഴിഞ്ഞ 3 വർഷമായിട്ട് കുട്ടി സ്കൂൾ പോയിട്ടില്ല. ഞാൻ കുട്ടി മുഴുവൻ എഡ്യൂപോർട്ടിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എഡ്യൂപോർട്ട് നോക്കിയിട്ടാണ്, എക്സാമിന് മാത്രമാണ് സ്കൂൾ പോകുന്നത്. ആ കുട്ടിക്ക് ഇപ്പൊ കഴിഞ്ഞ പരീക്ഷയിൽ 520 മാർക്കിൽ 515 മാർക്കുണ്ട് +1. ആ 5 മാർക്ക് വരെ ഇംഗ്ലീഷിനാണ്. ബാക്കിയെല്ലാം സയൻസ് സബ്ജക്റ്റ് കുട്ടി ചെയ്യുന്നത്. പിന്നെ ഇന്നലെ എനിക്കൊരു പാരന്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ കുട്ടി അന്ധയാണ്, കണ്ണ് കാണുന്നത്. അവള് നമ്മളെ ക്ലാസ് ഇങ്ങനെ മനസ്സിൽ കേട്ടിട്ടാണ് പരീക്ഷയ്ക്ക് ഈ സ്ക്രൈബിനോട് പറഞ്ഞു കൊടുത്തിട്ട് ചെയ്യുന്നത്. ഷീ വാസ് വെരി ഗുഡ് മാർക്ക്. പിന്നെ അതേപോലെ 10ാം ക്ലാസ് പഠിക്കും പെട്ടെന്ന് ദിവസം തളർന്നു പോയി കുട്ടി. പിന്നെ നടക്കാൻ പറ്റുന്ന ബെഡിലാണ്. അവളും എഡ്യൂപോർട്ട് നോക്കിയാണ് പഠിക്കുന്നത്. ആൻഡ് ഷീസ് ഓൾസോ ഡൂയിങ് റിയലി വെൽ. അപ്പം അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കീപ്സ് മീ ഗോയിങ്. ആൻഡ് അതുകൊണ്ട് തന്നെ പലപ്പോഴും എന്നോട് ആൾക്കാർ ഇങ്ങനെ ചോദിക്കാറുണ്ട് എന്താണ് ഒരു എക്സിറ്റ് പ്ലാൻ. ഒരു $1 billion ഓപ്പർച്യൂണിറ്റി ആണോ അല്ലെങ്കിൽ വേറെ ഗെയിം പ്ലാൻ? എനിക്കറിയില്ല. ഞങ്ങളെല്ലാവരും ഈ ഒരു കാര്യം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നത്. അപ്പം ഓരോ ദിവസത്തെയും ചലഞ്ചസ് ഒക്കെ നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇത് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് എന്താണ് നമ്മൾ കാണുന്നുണ്ട്. അപ്പം എന്റെ ഒരു എക്സിറ്റ് പ്ലാൻ, ഒരു അക്വിസിഷൻ എന്തായാലും അറ്റ് ദ മൊമെന്റ് ഞങ്ങളൊരു എക്സിറ്റ് പ്ലാൻ ആണ്. അപ്പം ഞങ്ങളിപ്പം ഇന്ത്യയിലെ തന്നെ ടോപ്പ് 2 players വന്നിട്ടുണ്ടായിരുന്നു അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം വെരി റീസെന്റ് ഓൾസോ നല്ലൊരു ഓഫർ ആയിട്ട് ഒരു ടീം വന്നു. ആ ഒരു ഓഫർ നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് എന്റെ ലൈഫ് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. കാരണം പിന്നീട് അങ്ങോട്ട് 2 തലമുറക്ക് ജീവിക്കുന്ന പൈസ വരുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഈ ഒരു എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റണം. ഇപ്പം ഒത്തിരി കുട്ടികൾ ഫെലിക്സിനൊക്കെ അറിയാം, അത് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ മാർക്ക് കിട്ടുന്നില്ല, എവിടെ എത്തുന്നില്ല. ആകെ ആൻസൈറ്റി, ഡിപ്രഷനിലേക്ക്. അപ്പൊ ആ ഒരു കുട്ടികൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റണം, ഈ ഒരു മെത്തേഡിൽ നീ പഠിച്ചു കഴിഞ്ഞാൽ നിനക്ക് എത്താവുന്ന മാക്സിമം സ്ഥലത്തേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളൊരു ഇമ്പാക്റ്റിലാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പോയിന്റ് അക്വിസിഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു ഇമ്പാക്ട് മനസ്സിലാക്കി ഈ ഒരു വിഷനോട് അലൈൻ ചെയ്യുന്ന ഒരു പ്ലേയേഴ്സ് ആയിട്ട് മാത്രമേ എന്തുള്ളൂ നമ്മൾ അക്വിസിഷൻ. അപ്പം അൾട്ടിമേറ്റ് ഞങ്ങളൊരു ആഗ്രഹം എന്താ വെച്ചാല്, ഇപ്പം ഫേസ്ബുക്ക് അല്ലെ ഗൂഗിൾ അല്ലെ ആപ്പിളൊക്കെ തുടങ്ങി അവര് ഉണ്ടാക്കിയൊരു സംഭവം ചിലപ്പം എഡ്യൂപോർട്ടിന് എഡ്യൂക്കേഷൻ ഫീൽഡിൽ അങ്ങനെ ഒരു ഇമ്പാക്ട് ഒക്കെ ഗ്ലോബലി ഉണ്ടാക്കാൻ പറ്റണം എന്നൊക്കെയാണ് നമ്മൾ ആഗ്രഹം. മേ ബി ഒരു 20 വർഷമൊക്കെ കഴിയായിരിക്കും. അപ്പം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതിന്റെ തുടക്കത്തിൽ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചിലപ്പം ഞാനൊന്നും പിന്നെ ആ പിക്ചറിലേ ഉണ്ടാവില്ലായിരിക്കും. വി സ്റ്റാർട്ടഡ് ദിസ് മൂവ്മെന്റ് എന്നൊക്കെ പറയാൻ ആ ഒരു സംഭവത്തിലാണ് ഞങ്ങൾ അൾട്ടിമേറ്റ്ലി സന്തോഷം കണ്ടെത്തുന്നത്. ഞങ്ങളായിരുന്നു ഇവരെ ഫസ്റ്റ് സ്റ്റുഡൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ നമ്മളെ യൂട്യൂബ് വീഡിയോസിലൊക്കെ കുട്ടികളൊക്കെ കമന്റ് ചെയ്യാറുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ഒരു നല്ല സന്തോഷമാണ്. കുറച്ചു കാലം കഴിഞ്ഞാല് എന്താ പറയാ, വലിയ വലിയ പൊസിഷനിലൊക്കെ എത്തിയ ആൾക്കാരൊക്കെ ചിലപ്പോ എന്തായിരിക്കും ഓടി വന്നിട്ട് 10ാം ക്ലാസ്
ക്ലാസ് കണ്ടിട്ടുണ്ട്. അല്ല അതെന്തായാലും ഞാൻ പറഞ്ഞില്ല ഇപ്പൊ 3 years ആയിട്ടുള്ള ഇപ്പൊ അന്ന് സ്റ്റാർട്ട് ചെയ്ത പിള്ളേർ ഇപ്പൊ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയർ ഡിഗ്രി സോ അവര് ഇനി മേ ബി 5 years കഴിയുമ്പോ കോഴ്സ് കഴിഞ്ഞ് നിലനിർത്തിയിട്ടുണ്ടാവും. സോ ദേ ലുക്ക് ബാക്ക്. ഞാൻ പറയാം എന്റെ കേസിലാണെങ്കിൽ പ്ലസ് ടു 10th ഉണ്ടായ കുറെ ചേഞ്ച് ഓഫ് ഇവന്റ്സ് അത് വളരെ ഉണ്ടാവും. അത് ഡെഫിനറ്റ്ലി അതൊരു റിയൽ സാധനമാണ്. അതായത് ആ ഒരു ചൈൽഡ് അഡൽട്ടിലേക്ക് മാറുന്ന ഒരു ടീനേജ് ഫേസിലാണ് അവർക്ക് നമ്മുടെ ഇമ്പാക്ട് കൊടുക്കുന്നത്. ഒരിക്കലും ഒരു രസമുള്ള പരിപാടിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഈ ഓണ്ടർപ്രണർഷിപ്പ് ഒന്നും ഒരിക്കലും മണി ഡ്രിവൺ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല കേട്ടോ. അപ്പം എന്നെ സംബന്ധിച്ചാണെങ്കിലും എനിക്ക് ദുബായിൽ കിട്ടിക്കൊണ്ടിരുന്ന സാലറിയും ഫെസിലിറ്റീസും ഒന്നും ഇപ്പോഴും ഞാൻ അതിലേക്ക് അച്ചീവ് ചെയ്തിട്ടില്ല. പക്ഷെ ഈ ഒരു പാഷൻ, ഈ ഒരു ഇമ്പാക്ട് എന്ത് ചെയ്യാൻ പറ്റുന്നത് എന്നെ ഭയങ്കര ഹാപ്പി ആക്കി മുന്നോട്ട് പോകാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഭയങ്കര മൊത്തത്തിലേക്ക് പേഴ്സണലി ഞാൻ ചെയ്യുന്നത് ഫുൾഫിൽമെന്റ് കിട്ടുന്നു. അതും more than that, our fulfillment is very beyond words explained. പിന്നെ എനിക്ക് നമുക്ക് നമ്മളൊരു ഫുൾ പൊട്ടൻഷ്യലില് ജീവിക്കാനുള്ള ഒരു എനർജി ഈ സംഭവത്തിൽ തരുന്നത്. എക്സാക്ട്ലി. കാരണം ഈ ഒരു പോഡ്കാസ്റ്റ് ഫെലിക്സ് ഹോസ്റ്റ് ചെയ്യുന്നതും ഞാനിതിൽ വരുന്നൊക്കെ ഒരുപാട് തിരക്കുകൾക്കിടയിലായിരുന്നു. പക്ഷെ രസമാണ് ഈ സാധനം. നമ്മളെങ്ങനെ തുടങ്ങിയെന്നാണ് എങ്ങനെ അതായത് പലപ്പോഴും ഭയങ്കര കോമ്പറ്റീഷൻ, ഭയങ്കര ചലഞ്ചസ്, എംപ്ലോയീസ് കുറെ ആള് റിസൈൻ ചെയ്യണം, അവരവിടുന്ന് പ്രശ്നമാക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും ഞാൻ ആലോചിക്കാൻ, ഞാനന്ന് ആ കോഴ്സ് അനൗൺസ് ചെയ്യുമ്പോൾ എന്റെ ഒരു ഫ്രണ്ടിന്റെ ക്രെഡിറ്റ് കാർഡ് എന്നാണ് ഒരു ക്യാമറ, ഇതുപോലത്തെ ഒരു ക്യാമറ, ഒരു ലാപ്ടോപ്പ് വാങ്ങിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ അത് ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ദിസ് വിൽ ഗോ ഫർദർ എന്നുള്ള ഈ ഒരു ചലഞ്ചസ്, അതിന്റെ ഇടയിൽ ഒത്തിരി ചലഞ്ചസ് നമ്മൾ വന്നിട്ടുണ്ട്. ഈ ഒരു ചലഞ്ചസും വി ഷാൾ ഓവർകം ദിസ് തന്നെയാണ് എന്റെ ഫെലിക്സിനാണെങ്കിൽ ആ ഒരു രീതി തന്നെ ആയിരിക്കുമല്ലേ. നമുക്കൊരു ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു അക്കാഡമിക് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അവിടെയാണ് ഈ കണ്ടന്റും കാര്യങ്ങളും എല്ലാം കുട്ടികൾ റിലേറ്റഡ് കാര്യങ്ങളുണ്ട്. പിന്നെ പെയ്ഡ് കുട്ടികൾ പഠിക്കുന്നുണ്ടോ കാര്യം അവരുടെ പ്രോഗ്രസും കാര്യങ്ങളും നോക്കാനുള്ള ഒരു മെന്റർഷിപ്പ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫൈനാൻസ്, മാർക്കറ്റിംഗ്, സെയിൽസ് വരുന്നുണ്ട്. ബാക്കിയെല്ലാം സാധാരണ എല്ലാ കമ്പനിയിലും ഉള്ളതുപോലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഉണ്ട്. ഓപ്പറേഷൻസ് ഉണ്ട്, ഓഫ്ലൈൻ ഡിവിഷൻസിന്റെ ഹെഡ് ചെയ്യുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് സ്ട്രക്ചർ ഒക്കെ അക്ഷയ വന്നതിന് ശേഷമാണ് ഒന്നും കൂടെ ഓർഗനൈസ്ഡ് ആയത്. അതുവരെ നമ്മളെല്ലാവരും ഒരുമിച്ച് ഇതിലങ്ങ് കൊണ്ടുപോകായിരുന്നു. ഇപ്പം കുറച്ചും കൂടെ നിങ്ങൾ ഇത് മാത്രം ചെയ്താൽ മതി, എന്നിട്ട് ഇതുമായിട്ടുള്ളത് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ്, അതൊക്കെ ഒരു സ്ട്രക്ചർ ഒക്കെ ഉണ്ടാക്കിയത് ആണ് കുറച്ചും കൂടെ ഒരു പ്രൊഫഷണൽ ആയിട്ട് കമ്പനി മുന്നോട്ട് പോകാൻ സിസ്റ്റംസ് ഒക്കെ കൊണ്ടുവന്നത് ഒരു ലാസ്റ്റ് 6 months തന്നെയായി. ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ് ആ ഡേ ടു ഡേ ലൈഫിൽ ഞാനൊരു ടീച്ചർ ആയതുകൊണ്ട് തന്നെ ഇപ്പം സംഭവം ഞാൻ ക്ലാസ് എടുക്കിയപ്പോ 1 മണിക്കൂറാണെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് അതിൽ പ്രിപ്പയർ ചെയ്യാറുണ്ട്. അതായത് ഓരോ സ്ലൈഡിലും ഈ സ്ലൈഡ് വരുമ്പോൾ ഈ ഒരു കോമഡി പറയണം എന്നാണ് അടക്കം ഞാൻ എന്ത് ചെയ്യാറുണ്ട്, ഞാൻ പ്ലാൻ ചെയ്യാറുണ്ട്. അപ്പം അത് എനിക്ക് അത്യാവശ്യം ഒരു സമയം വേണം. ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇപ്പം എല്ലാം ഓർഗനൈസ്ഡ് ആണ്. ഓരോ ദിവസം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കറക്റ്റ്. ഈവൻ ഈ ഒരു ഇന്റർവ്യൂ അടക്കം എന്റെ കലണ്ടറിൽ പ്ലാൻഡ് ആണ്. അപ്പം രാവിലെ എഴുന്നേറ്റ് മോർണിംഗ് കാര്യങ്ങൾ ഞാൻ ആ കലണ്ടറാണ് നോക്കി ഇന്നത്തെ പരിപാടി ഉണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻ, ക്ലാസ്സസ്, പിന്നെ കുറച്ച് കുട്ടികളായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യാറുണ്ട്. എന്താണ് ഇപ്പോഴത്തെ ഒരു പൾസ് കാര്യങ്ങൾ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്, കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യാറുണ്ട്. പിന്നെ എങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 2 hours എങ്കിലും ഞാൻ സ്റ്റുഡിയോയിലുണ്ടാവും. പിന്നെ അത്യാവശ്യം ട്രാവലിംഗ് ഉണ്ടാവാറുണ്ട്, മീറ്റപ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട്. എനിക്കത് ഇഷ്ടമാണ്. ഇങ്ങനെ ആൾക്കാരെ മീറ്റ് ചെയ്യുക, അവരായിട്ട് സംസാരിക്കുക, പുതിയ ഐഡിയാസ് ഉണ്ടാക്കുക എന്നൊക്കെയുള്ളത്. ആഫ്റ്റർ ഓൾ ഒരു സിംപ്ലി പറയുകയാണെങ്കിൽ ഒരു 3 hours ഫോർ അക്കാഡമിക് പ്രിപ്പറേഷൻ, ഒരു 2 hours ഫോർ ഡെലിവറിങ്, സ്റ്റുഡിയോ റെക്കോർഡിംഗ് ആയിട്ടുണ്ടാവും. ബാക്കി സമയങ്ങള് വിൽ ബി മീറ്റിംഗ്സ്. ബുക്സ് വായിക്കാറുണ്ടോ? ബുക്സ് ഞാൻ വായിക്കാറുണ്ട്, എനിക്ക് ഇഷ്ടമുള്ള സംഭവമാണ്. റീസെന്റ് വായിച്ച കുറച്ച് ബുക്സ് റീസെന്റ് വായിച്ച ബുക്സിന്റെ ഒരു ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അറ്റോമിക് ഹാബിറ്റ്സ്, ഞാൻ ജെയിംസ് ക്ലിയറിന്റെ അറ്റോമിക് ഹാബിറ്റ്. കാരണം കുട്ടികളോടും എനിക്കൊക്കെ
ഇതായിട്ടുള്ള ഒരു ബുക്കായിരുന്നു. പിന്നെ വരുന്നത് എന്താ മെൻ ആർ ഫ്രം മാസ് ഫ്രം വീനസ് എന്നുള്ള എന്താണ് ഈ ഒരു സാധനം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അത് വായിക്കാറുണ്ട്. പിന്നെ ചില ബുക്കുകളൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യാറില്ല. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് ബ്ലിങ്കിസ്റ്റ്. നീ കേട്ടിട്ടുണ്ടോ ബ്ലിങ്കിസ്റ്റ്? ബ്ലിങ്കിസ്റ്റ് ആപ്പ്. അതായത് സമ്മറൈസ്. അതായത് ഈ നോൺ ഫിക്ഷൻസ് ഞാൻ വായിക്കുന്നത്. നോൺ ഫിക്ഷൻ ബുക്കുകളുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ലൈക്ക് ആ ഒരു 200 pages കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അവരെന്ത് ചെയ്യും, ഒത്തിരി എക്സാമ്പിളുകൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. അത് സമ്മറൈസ് ചെയ്ത് തരും. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ചില ബുക്കുകൾ സമ്മറി വായിക്കുമ്പോൾ ഇത് അടിപൊളിയാണ്, ഇത് കുറച്ചും കൂടെ ഡീറ്റെയിൽസിന്റെ ആ ബുക്ക് ഞാൻ ഇന്ത്യയിൽ ഓർഡർ ചെയ്തിട്ട് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വായിക്കും. ചിലപ്പോൾ ആ ഒരു സെക്ഷൻ ഇപ്പം സൈമൺ സിനക്കിന്റെ ഒരുവിധ എല്ലാ ബുക്കുകളും ഞാൻ ലീഡേഴ്സ് ലാസ്റ്റ് അല്ലെങ്കിൽ സ്റ്റാർട്ട് വിത്ത് വൈ, പിന്നെ ഇൻഫൈനൈറ്റ് അത് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കാണ്. അപ്പം ബ്ലിങ്കിസ്റ്റ് ഫസ്റ്റ് ഞാനൊന്ന് റെഫർ ചെയ്യും. നല്ലതാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആണ്, ഇതൊന്നും കൂടെ ഡീപ്പായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അറിയാം എന്നുള്ള മോഡലാണ് ഇപ്പൊ എന്റെ ഒരു പോക്ക്. ബ്ലിങ്കിസ്റ്റ് പോലെ തന്നെ ഷോർട്ട് അങ്ങനത്തെ ഒത്തിരി പ്ലാറ്റ്ഫോമാണ് സമ്മറൈസ് ചെയ്ത് തരിക. ഈ ബുക്സ് ഇപ്പൊ തുടങ്ങിയ ഹാബിറ്റ് ആണോ അല്ലെങ്കിൽ പണ്ട് ചെറുപ്പത്തിലും ഉണ്ടായിരുന്നു? ഇല്ല, ഇപ്പൊ തുടങ്ങിയ ഹാബിറ്റാണ്. അതായത് ഓൺടർപ്രണേഴ്സ് ഒക്കെ ബുക്ക് വായിക്കാറുണ്ട്, എഴുതുന്നോ വായിച്ചു, അതിൽ തുടങ്ങിയതാണ്. പിന്നെ എനിക്കത് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. I always recommend people to read. Always you should have one book which you are reading. അപ്പോൾ അത് വീക്ക്ലി എത്രയാണെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ ഇപ്പൊ അതിന് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ പോഡ്കാസ്റ്റുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അടിപൊളി. ഈ ഓതേഴ്സ് ഗെയിം ക്രിയേഴ്സ് ഹിംസെൽഫ് ഹാസ് എ യൂട്യൂബ് ചാനൽ. അങ്ങനത്തെ കണ്ടാൽ ഇപ്പൊ ബുക്ക് വായന ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കും യൂട്യൂബ് വീഡിയോസും പോഡ്കാസ്റ്റും ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കണ്ടന്റുകൾ കിട്ടുന്നുണ്ട് എന്നുള്ളത് സാധനമാണ്. അതായത് ഇപ്പം ക്യൂബർമാൻ ലാബ് ഒക്കെ ഞാൻ അത്യാവശ്യം ഫോളോ ചെയ്യുന്നതാണ്. സൈക്കോളജി എന്താണ്, വാട്ട് ഈസ് ആൻസൈറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെരി ഡീപ്പില് സയന്റിഫിക് ആയിട്ട് നമ്മളുടെ ഒരുവിധ എല്ലാ പ്രോബ്ലങ്ങളും സോൾവ് ചെയ്യുന്നുണ്ട്. ഓണ്ടർപ്രണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരുവിധ എല്ലാ പ്രോബ്ലവും സംഭവം സോൾവ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണം സെയിൽസിന്റെ കേസിൽ എന്നാണോ ബിസിനസ് ഉണ്ടായത് ആ കാലം മുതൽ സെയിൽസ് ഇസ് എ പ്രോബ്ലം വിച്ച് സംഭവം എവരിബഡി ഹാസ് സോൾവ്ഡ് ഇറ്റ്. അപ്പം ഞാൻ മുമ്പ് ഒരു ബുക്ക് വായിച്ചില്ല. ആ ബുക്കിന്റെ എങ്ങനെ ഹയർ ചെയ്യണമെന്ന് പറയുമ്പോൾ അവര് 2 കാര്യങ്ങളാണ് ഒരു സെയിൽസ് പേഴ്സണ് വേണ്ടത്. ഒന്ന് എന്തായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല് അവന് റിജക്ഷൻസ് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം. പിന്നെ നല്ല ഡോമിനേറ്റിംഗ് ആയിരിക്കണം. അങ്ങനെ 2 ക്യാരക്ടർ വെച്ചു. അപ്പം അത് നമ്മൾ സ്റ്റാർട്ടിങ് സമയത്ത് ഞാൻ സെയിൽസിന്റെ ടീമിനൊക്കെ ഹയർ ചെയ്യുന്നു. അപ്പം ഞാൻ പിറ്റേ ദിവസം എനിക്ക് റെഫറൽ വന്നു. ഞാൻ എന്റെ മനസ്സിൽ 2 പോയിന്റുകളാണ്. അപ്പം ഒരു പെൺകുട്ടിയായിരുന്നു. നമ്മൾ ഈ 2 പോയിന്റ് ആ പെൺകുട്ടി അവിടെ വന്ന് ഡേ 1 മുതൽ ടോപ്പ് 2 എന്തുണ്ടാവാറുണ്ട്, പെർഫോം ചെയ്യാറുണ്ട്. അപ്പം പല കാര്യങ്ങളും നമ്മൾ സ്വന്തമായിട്ട് ഫിഗർ ഔട്ട് ചെയ്ത് ബുക്ക് എടുത്ത് വായിക്കുന്നത് തന്നെയായിരിക്കും പലപ്പോഴും തോന്നാറ്. ആൻഡ് ഈ ബ്ലിങ്കിസ്റ്റ് പോലെ ടൂൾസ് ഉണ്ടല്ലോ, ഈ യുവർ ലൈൻ ഓഫ് വർക്കില് വേറെ ഏതൊക്കെ ടൂൾസ് സോഫ്റ്റ്വെയർസോ നെയിം ഓണോ നെയിം പറയാൻ പറ്റും? ഇപ്പം ChatGPT ആണ്. ഈവൻ എങ്ങനെ ChatGPT ഹൗ ഡു യൂസ് ChatGPT യൂസ് കേസ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും? ChatGPTയുടെ കേസിൽ ഒത്തിരി കേസ് ഉണ്ടാവാറുണ്ട്. അതായത് പിന്നെ ഒരു എക്സാമ്പിൾ പറയാം. അത് പിന്നെ ഒരു ലേബർ ലോ പ്രകാരം ശരിയാണോ അല്ലെന്നൊന്നും എനിക്കറിയില്ല. അതായത് ഇപ്പം ഏറ്റവും ഫസ്റ്റ് ഇപ്പം നമ്മളൊരു സ്റ്റാഫ് അവൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് അവന് നമ്മളോട് പറയാതെ ദുബായിലേക്ക് എന്നിട്ട് പിന്നെ 20 ദിവസം ഹെൽത്ത് ഇഷ്യൂ ആണെന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട്സ് വഴി ഞങ്ങൾ ദുബായിലേക്ക് പോയതാണ്. അപ്പൊ തിരിച്ചു വന്നപ്പോൾ തന്നെ ഈ വിട്ടോ അതാണോ നമ്മൾ ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല, നമ്മളത് ക്ലോസ് ചെയ്തു. പിന്നെ ഒരു 4-5 മാസം കഴിയുമ്പോൾ ഒരു വക്കീൽ, അതായത് ഈ സ്റ്റാഫ് ഇപ്പോഴും ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിന് 5 മാസമായിട്ട് സാലറി കിട്ടിയിട്ടില്ല. അതായത് നിങ്ങൾ അന്യായമായി പുറത്താക്കി എന്നൊന്നല്ല പറയുന്നത്, 5 മാസമായിട്ട് സാലറി കിട്ടിയിട്ടില്ല. അപ്പൊ 5 മാസത്തെ സാലറി എന്ത് ചെയ്യണം, ഇത്ര ശതമാനം പലിശ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒരു വക്കീൽ നോട്ടീസ്. അപ്പം ഞാനിപ്പോ ആദ്യമായിട്ടാണ് നമുക്ക് ഈ വക്കീൽ നോട്ടീസ് സാധനങ്ങളൊക്കെ. ഞാൻ ChatGPTനോട് കാര്യം ഇങ്ങനൊരു പ്രശ്നം ഒരു മെയിലൊക്കെ ChatGPT നല്ല മെയിൽ റിപ്ലൈ ചെയ്താന്ന് വെച്ചാൽ പിന്നെ എന്ത് ചെയ്തില്ല, റെസ്പോൺസ് ഒന്നും വന്നിട്ടില്ല. നീ ദുബായിൽ പോയി നിന്റെ പാസ്പോർട്ടില് അതൊക്കെ പാസ്പോർട്ടിൽ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. അതാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്തത്. ഇപ്പൊ ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ ഡെയിലി കുട്ടികളോട് സംസാരിക്കാറുണ്ട്. ഇന്നെന്താ ഞാൻ കുട്ടികളോട് സംസാരിക്കുന്നത്, GPT ശേഷം നീ നിന്റെ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിച്ചോളൂ. ആ ഒരു ലെവലിൽ ചെയ്യുന്നുണ്ട്. പിന്നെ
ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ ലൈക്ക് ഞാൻ മുമ്പ് അതായത് നമ്മുടെ ആപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ലൈക്ക് 4 ഓപ്ഷൻസ് ഉണ്ടാവും 4 ഓപ്ഷൻസും അപ്പൊ എന്റെ അടുത്തുള്ള റിസോഴ്സസ് ഒക്കെ തിയറി ക്വസ്റ്റ്യൻസ് ആയിരിക്കും അപ്പൊ അതിന്റെ മൾട്ടിപ്പിൾ ചോയ്സ് ആക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചൊരു എഫേർട്ടുള്ള സംഭവം ഇപ്പൊ ഞാൻ സ്വന്തമായിട്ട് ഒരു GPT അതായത് എനിക്കറിയാലോ പുതിയ GPT എഞ്ചിൻസ് ഉണ്ടാക്കാൻ പറ്റുന്നത് ഒരു GPT എഞ്ചിൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് തിയറി ക്വസ്റ്റ്യൻ ഇട്ടെടുത്താൽ അതിന്റെ MCQ ആക്കി മാറ്റി അതിന്റെ സൊല്യൂഷൻ ഒക്കെ ഉണ്ട് ഡയറക്റ്റ് ചെയ്താൽ മതി കുട്ടികൾ മുമ്പ് ഞാൻ ഇതൊക്കെ കൈകൊണ്ട് എഴുതിക്കൊണ്ടിരുന്നതാണ് ഒരു ദിവസം എടുക്കുന്നത് എനിക്ക് ഒരു മണിക്കൂറിലേക്ക് ഉണ്ടാക്കി പിന്നെ യൂട്യൂബ് ആൻഡ് പോഡ്കാസ്റ്റുകൾ ഞാൻ എന്ത് ചെയ്യാറുണ്ട് പിന്നെ അത്യാവശ്യം ഫോളോ ചെയ്യാറുണ്ട് പിന്നെ ലേറ്റസ്റ്റ് പിന്നെ കുറച്ച് ഏതാ നമ്മുടെ 030 ടീമിന്റെ തിങ്ക് ഷോർട്സ് വായിക്കാറുണ്ട് ബിസിനസിനെ കുറിച്ചും ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ ഇങ്ങനെ നോക്കാറുണ്ട് എന്നുള്ളതായിട്ടാണ് രണ്ടാമത്തെ പോഡ്കാസ്റ്റ് ആണ് മോസ്റ്റ്ലി എക്സോസ്റ്റഡ് ഫീൽ ചെയ്യുന്നുണ്ട് എനർജി മൊത്തം ഡൗൺ ആയിട്ട് ആൻഡ് ഒരു ബിസിനസ് മാൻ സംബന്ധിച്ചോളം ഡേ ടു ഡേ എനർജി ഡ്രെയിനിങ് ഗെയിനിങ് ഇതാണല്ലോ അപ്പൊ എങ്ങനെയാണ് ഹൗ ഡു യു മാനേജ് എന്നെക്കാളും എന്താ പറയാ എന്നെക്കാളും കുറെ ആക്റ്റീവ് ആയിട്ടുള്ള ഇറങ്ങി വർക്ക് ചെയ്യുന്ന ഡൊമൈനാണ് യു ഓൾസോ മാനേജ് അപ്പൊ അവിടെ എങ്ങനെയാണ് ഹൗ ഡു യു മെയിൻറ്റെയിൻ ദ ബാലൻസ് ആൻഡ് എനർജി ഇതില് ശരിക്കും പറഞ്ഞാല് ഈ ഓണ്ടർപ്രണർ ആവുന്ന എല്ലാ ആൾക്കാരുടെയും നേരിടുന്ന ഒരു മെയിൻ പ്രശ്നമാണ് അതായത് അവർ ഭയങ്കര ഒബ്സസീവ് ആയിട്ട് ഈ ഒരു കാര്യത്തിൽ തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുക അപ്പം മുമ്പൊക്കെ എന്റെ ഒരു പ്രശ്നം വെച്ചാൽ ഞാൻ ഒരു 10 ദിവസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യും അതോടുകൂടി ഞാൻ ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആയിട്ടുണ്ടാവും ബേൺഡ് ഔട്ട് ആയിട്ടുണ്ടാവും പിന്നെ ഒരു 5 ദിവസം മുമ്പ് പണിയുണ്ടാവും അല്ലെങ്കിൽ 5 ദിവസം ഒന്നും ചെയ്യാനുള്ള എനർജി ഉണ്ടാവും അപ്പം അത് ആ തുടക്കകാലത്തൊക്കെ ഞാനത് അത്യാവശ്യം അങ്ങനെ തന്നെ ഒരു കണ്ടിന്യൂസ് 42 വീക്സ് ഒക്കെ കണ്ടിന്യൂസ് വർക്ക് ആയിരിക്കും ഏത് ഡേ ആണെന്ന് പോലും നമ്മളോട് മറന്നു ആ രീതിയിലേക്ക് പക്ഷെ പിന്നെ അങ്ങോട്ട് ബേൺ ഔട്ട് ആയിട്ട് ഒരു 3-4 ഡേയ്സ് ഒന്നും ചെയ്യില്ല അത് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം പിന്നെ ഞാനത് മെല്ലെ ഇപ്പം ഇവൻ ഞാൻ അക്ഷയിനെ കൊണ്ടുവരാനുള്ള ഒരു റീസൺ പോലും അതാണ് ക്ലാസ് എടുക്കണം അതിന്റെ കൂടെ ഓപ്പറേഷൻസും വിഷൻസും ഒക്കെ മാനേജ് ചെയ്യാൻ നോട്ട് ദാറ്റ് ഈസി അപ്പം എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് ഹെൽത്ത് ഇപ്പൊ ഇത്രയും കാലമായിട്ട് എനിക്ക് ഇപ്പൊ എന്തിനോടെങ്കിലും റിഗ്രറ്റ് ഉണ്ടോ എന്ന് നോക്കുകയാണെങ്കിൽ ഹെൽത്ത് തന്നെയാണ് മെയിൻ ഇത് വരുന്നത് അതായത് ഫുഡ് ഹാബിറ്റ്സ് അത്ര നല്ലതായിരുന്നില്ല എക്സസൈസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ ഞാനത് മെല്ലെ ഫിഗർ ഔട്ട് ചെയ്യുന്നുണ്ട് അതായത് ജിമ്മിൽ പോകാൻ പരിപാടികളൊന്നും ഇല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ എങ്കിലും വർക്ക്ഔട്ട് ചെയ്യാൻ ജസ്റ്റ് ട്രെഡ്മില്ലോ റൺ ചെയ്യാന്നുള്ളത് ചെയ്യുന്നത് അതെനിക്കൊരു പോസിറ്റീവ് ആയിട്ട് തരുന്നുണ്ട് അത് എനർജി തരുന്നുണ്ട് പിന്നെ ഫുഡ് മാക്സിമം ഓൺ ടൈം കഴിക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പം അത് എത്രത്തോളം വെച്ചാല് ഒരു പോയിന്റ് ആവുമ്പോൾ എനിക്ക് മനസ്സിലാവും സംഭവം കേൾപ്പോയി ഇപ്പൊ ഫെലിക്സ് ഫീൽ ചെയ്യുന്ന ആ ഒരു സംഭവം എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഫുഡ് എത്തേണ്ട സമയമായിട്ടുണ്ട് അല്ലെങ്കിൽ എന്താ ആലോചന ഇപ്പൊ ഞാൻ എല്ലാ മീറ്റിംഗ് നിന്ന് ഒന്ന് ഭക്ഷണം കഴിക്കാണ്ട് ഇതാവില്ല എന്നുള്ള രീതിയിൽ ഫുഡിന്റെ കേസ് പക്ഷെ ബട്ട് സ്റ്റിൽ അത് ജങ്ക് ഫുഡൊക്കെ തന്നെയാണ് കേട്ടോ പക്ഷെ സ്റ്റിൽ ഞാൻ ആ ഒരു ഇത് ചെയ്യുന്നുണ്ട് പിന്നെ ഡയറ്റുകളൊക്കെ അത്യാവശ്യം ഞാൻ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യമുണ്ട് പിന്നെ നെക്സ്റ്റ് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫാമിലി ഫ്രണ്ട്സ് എന്നുള്ളൊരു പാർട്ട് ഉണ്ട് കേട്ടോ അത് ഇപ്പം മോസ്റ്റ് ഓഫ് ദ ഓണ്ടർപ്രണേഴ്സ് ഒക്കെ എനിക്ക് തോന്നുന്നത് ഭയങ്കര അൺമാരീഡ് ആൾക്കാരൊക്കെ ആയിരിക്കും പക്ഷെ ഞാൻ 23-ാം വയസ്സ് കല്യാണം കഴിച്ചത് അപ്പൊ 2 കുട്ടിയതിനു ശേഷമാണ് ഞാൻ ഈ ഓണ്ടർപ്രണർഷിപ്പിലേക്ക് വന്നത് അപ്പൊ അത് നമ്മൾ പാർട്ട്നറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്താണ് വാട്സാപ്പ് കാരണം മുമ്പൊക്കെ ഞങ്ങൾ തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഇതേപോലെ ഞങ്ങൾ സംസാരിക്കും പെട്ടെന്നാണ് അടുത്ത മാസത്തെ സാലറിക്ക് ഇയാളെ ഇന്റർവ്യൂ ഉണ്ടല്ലോ അങ്ങനെ ഞാൻ ആ മോഡിലേക്ക് കിട്ടും പിന്നെ അവള് പറയുന്നത് ഞാൻ കേട്ടില്ലേ പക്ഷെ പിന്നെ ഞങ്ങൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു ഇങ്ങനെയാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ ഒരു 2 years കൂടെ എനിക്ക് തരണം ഇതുപോലെയൊക്കെ തന്നെ ഉണ്ടാവും എന്നുള്ളത് ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം പിന്നെ കുറച്ചൊക്കെ സമയം നമ്മൾ എങ്ങനെയെങ്കിലും ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ മാറ്റി വെക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഇപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന നമ്മളെ ഫ്രണ്ട്ഷിപ്പ് ചുമ്മാ ഹാങ് ഔട്ട്സ് കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു അതും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരു സമയം കണ്ടെത്തി കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് ബേൺ ഔട്ട് ആകുമ്പോൾ വേറൊരു സ്ഥലത്ത് നമുക്ക് റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സോഴ്സും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒന്ന് ഫാമിലിയാണ് എനിക്ക് ലൈക്ക് ഐ ഹാവ് 2 ബ്യൂട്ടിഫുൾ കിഡ്സ് അപ്പം അവരായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒന്നാണ് പിന്നെ ഫ്രണ്ട്സ് ആയിട്ടുള്ളത് പിന്നെ എനിക്കുള്ള മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാല് ഇതിന്റെ എല്ലാ കോഫൗണ്ടേഴ്സും കഴിഞ്ഞ 2008 മുതൽ നമ്മൾ ഒരുമിച്ച് ഒരേ സ്വപ്നം കണ്ട ആൾക്കാരാണ് അപ്പം അവരുടെ കൂടെ നിൽക്കുമ്പോ തന്നെ എന്താണ് ഒരു റീചാർജിങ് മെക്കാനിക്സ് അവിടെ നടക്കുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് മൂവീസ് ഒക്കെ കാണും ലൈക്ക് മുമ്പൊക്കെ ആകുമ്പോൾ ഭയങ്കര സീരിയസ് മൂവീസ് ആ ഒരു സിനിമാറ്റോഗ്രാഫി ഒക്കെ കണ്ട്
ഷോർട്ട് ഇപ്പൊ അതൊന്നുമില്ല, ലൈക്ക് പ്യൂർലി എന്റർടൈനിങ് അൺവൈൻഡിങ് സമയം. ആണോ മാസ് മസാല മൂവീസിനോടാണ് ഇപ്പൊ ലിയോ അല്ലെങ്കിൽ KGF 2. മുമ്പ് കോളേജ് പഠിക്കുമ്പോൾ അതൊന്നും എനിക്ക് ഇഷ്ടമാവില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊക്കെയാണ് ഫൺ തമാശയുള്ള സിനിമകളൊക്കെയാണ് ഇപ്പം ഇഷ്ടമാവുന്നത്. സീരിയസ് മൂവീസ് ഒക്കെ മാറ്റിട്ട് ചെയ്യാം. പിന്നെ ഫോണായിട്ട് എപ്പോഴും കുറച്ച് ഡിസ്റ്റൻസ് ഞാൻ കീപ്പ് ചെയ്യാറുണ്ട്. ഒത്തിരി സമയം അതിലിപ്പം സോഷ്യൽ മീഡിയ ഇപ്പൊ എന്തോ അതാണ് നമ്മളെ സോഴ്സ്. ഞാൻ അത് ടീം അവർ ഹാൻഡിൽ ചെയ്യും. ടീം ഹാൻഡ് അജസ് KPH കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് ലാസ്റ്റ് 1 year ആണ്. ഒരു വർഷത്തിന്റെ മുകളിൽ. ഇപ്പൊ KPH എനിക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യും? അവിടുന്ന് കൊണ്ടുവന്ന സൗകര്യങ്ങളും അവിടുന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് KPH. കാരണം ഞാൻ അധികം ഈ ടെക് എന്നുള്ള സംഭവത്തിനേക്കാളും ഒരു ക്ലാസ് കുട്ടികൾ എന്നൊക്കെ ഇതിലായതുകൊണ്ട് തന്നെ ഇതിന് കുറെ ചലഞ്ചസ് വരുമ്പോൾ KPH സൗഹൃദങ്ങൾ തന്നെ വല്ലാതെ എനിക്ക് അർത്ഥം. ഫോർ എക്സാമ്പിൾ നമ്മുടെ മങ്കേഷ് കീബോർഡ് സെനീം എനിക്കത് വൺസ് ഇൻ എവരി 3 days ഞങ്ങൾ സംസാരിക്കും. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടോ, എങ്ങനെയുണ്ട്, അപ്പൊ ഒരു സൊല്യൂഷൻ കിട്ടും. പിന്നെ സെലീഹ് തന്നെ ആപ്ലിക്കർ സെലീഹ് തന്നൊരു അഡ്വൈസ്, നീ സ്വന്തമായിട്ട് ഒരു സാധനം ചെയ്യണ്ട, അതൊക്കെ എന്തുണ്ടാവും ആൾക്കാർ ചെയ്തു വെച്ചിട്ടുണ്ടാവും, ജസ്റ്റ് അത് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി എന്നുള്ളത്. അത് നമ്മളിപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ ജസീൽ ഈ SEO റാങ്കിങ് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് എന്ത് ഇപ്പൊ എനിക്കൊന്ന് ലാസ്റ്റ് വീക്ക് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒത്തിരി, അതായത് എന്ത് പ്രോബ്ലം വന്നാലും സംബഡി ഫ്രം KPH ഹാസ് എ സൊല്യൂഷൻ. അത് ഭയങ്കര അടിപൊളിയാണ്. എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുട്ടികളൊക്കെ ഇപ്പൊ ഭയങ്കര ടെക്കിയൊക്കെ ആകുമ്പോൾ നമുക്കൊരു KPH ജൂനിയേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനം കൂടെ സ്റ്റാർട്ട് ചെയ്താൽ അടിപൊളിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. KPH കോളേജ് മേക്ക് സെൻസ്. ലൈക്ക് അവരെ കുറച്ചും കൂടെ നേരത്തെ ഈ നമ്മളെ ഫ്രട്ടേണിറ്റിയിലേക്ക് വന്ന് ഇതാക്കി കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര എനർജിയാണ് ആ കുട്ടികളുടെ. അത് അവർക്കും നല്ലതായിരിക്കും, കേരളത്തിൽ നല്ലത്. Definitely, അവരെ ചിന്തിക്കാവുന്നതാണ്. I think KPH ജൂനിയർ ഉള്ള ആൾക്കാർ hopefully next future podcast will thanks Ajaz for spending last 1 year. Best way. You're on social media? LinkedIn ഉണ്ട്, പക്ഷെ ഞാൻ അത്ര അടിപൊളിയല്ല. എനിക്കൊന്ന് Instagram ആയിരിക്കും. ഹാൻഡിൽ എന്ന് പറയുമോ? Ajaz.eduport. Okay. By hand, make sure you follow and yes. And thanks Ajaz again for joining us. Thanks. Thank you for hosting me.